നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയത്തിൻ്റെ ഒരു പര്യവസാനം അത് സംഭവിച്ചപ്പോൾ അതിൻ്റെ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഇന്നിപ്പോൾ ഇങ്ങോട്ട് എഴുന്നള്ളാനുള്ള കാരണം. അപ്പോൾ അത് നമുക്കിവിടെ പറയാം. പിന്നെ വീഡിയോ എല്ലാവരും കാണുന്നതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടൊക്കെ തന്നെയാണ് കാണുന്നതെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാത്തവർ കമൻറ്റ് ചെയ്യുക, അതുപോലെ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഇഷ്ടപ്പെടാത്ത വീഡിയോകൾ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ ഞാൻ വീണ്ടും സൃഷ്ടിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പരമാവധി അത് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണാനുള്ള ആ ക്ഷമ കാണിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അസ്വബുർ നിസ്ഫുൽ ഈമാൻ. അപ്പോൾ ക്ഷമ ഈമാൻ്റെ ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ ആ ക്ഷമ കൈക്കൊള്ളുക. ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കാനും അതുപോലെ അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും അത് കേട്ടുകൊണ്ട് ഇതിനോടൊക്കെ മറുപടി പറയാൻ വേണ്ടി നിങ്ങൾ കാണിക്കുന്ന ആ ഒരു ത്വര അത് നിങ്ങൾ കീപ്പ് ചെയ്യണം എന്നും കൂടി ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് വരേണ്ടതുണ്ട്. തുടക്കം ഇതാണ്. പള്ളുരുത്തി സ്കൂളിലുണ്ടായിരുന്ന ഉണ്ടായ ആ വിവാദം എല്ലാം കേൾക്കാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഓക്കെ, തൊപ്പി കുഴപ്പമൊന്നുമില്ലല്ലോ, മാറ്റൊന്നും വേണ്ടല്ലോ, ഇതുപോലെ ഓക്കെ. ഇനിയിപ്പോൾ അല്ലെങ്കിൽ മറ്റേ തൊപ്പി ഇവിടെ ഉണ്ട്, പക്ഷേ അതിട്ട് കഴിഞ്ഞാൽ ആളുകൾ പറയും ഇനിയിപ്പോൾ ഞാൻ കാക്കാനായിരുന്നു. എന്തിനാ വെറുതെ ചോദിച്ചു വാങ്ങണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ അത് ഒഴിവാക്കിയതാണ്. പിന്നെ നമുക്കിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹിജാബ് ഇസ് സ്ലേവറി, അതിവിടെ കാണുന്നില്ലേ? അങ്ങനെ വന്നാൽ ശരിയാവില്ലല്ലോ, അത് തെളിഞ്ഞ് കാണേണ്ടതാണ്. ഓക്കെ, ഇപ്പോൾ കാണുന്നില്ലേ? യെസ്, ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മളുടെ കാര്യം. അപ്പോൾ ഹിജാബ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അപ്പിക്കുപ്പായം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. അപ്പിക്കുപ്പായം എന്നുള്ള വാക്ക് ഇപ്പോൾ അവർക്ക് വല്ലാതെ കൊണ്ടിട്ടുണ്ട്. അപ്പിക്കുപ്പായം എന്ന് വിളിച്ചതൊക്കെ വളരെ മോശമായി പോയി എന്നൊക്കെ പറഞ്ഞ് നിലവിളിയാണ്. എങ്ങും നിലവിളി. കാക്കമാർ, ഉസ്താദുമാർ, കുട്ടി കാക്കമാർ, കുട്ടി ഉസ്താദുമാർ, കുട്ടി ജിഹാദികൾ, മൂത്ത ജിഹാദികൾ എല്ലാവരും ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കൂടി എടുത്തു വെച്ചിട്ട് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറയാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പള്ളുരുത്തിയിലെ വിഷയം വന്നപ്പോൾ സംഭവം നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഒരു ക്രിസ്ത്യൻ സഭ നടത്തുന്ന അവരുടെ മാനേജ്മെൻറ്റ് കീഴിലുള്ള ഒരു സ്കൂള്, ഒരു CBSE സ്കൂള്. ആ സ്കൂളിലേക്ക് ഒരു കുട്ടി അവിടെ ജോയിൻ ചെയ്യുന്നു. ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഇന്നതൊക്കെയാണ് യൂണിഫോം, അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്നൊക്കെ അതിൻ്റെ റൂൾ ബുക്കൊക്കെ കാണിച്ച് അത് അവിടെ അംഗീകരിച്ച് ഒപ്പിട്ട് കൊടുത്ത് അവിടെ ജോയിൻ ചെയ്യുന്നു. അങ്ങനെ 3-4 മാസം അവിടെ അവിടെ പഠിക്കാൻ വേണ്ടി ആ കുട്ടി വരുന്നു. പെട്ടെന്നൊരു ദിവസം കുട്ടിക്ക് നുബുവത്ത് കിട്ടുകയാണ്. പെട്ടെന്ന് കുട്ടി വലിയ സ്വത്വബോധമൊക്കെ അങ്ങ് ഉണർന്ന് ഞാൻ ഇനി മുതൽ ഒരു യഥാർത്ഥ മുസ്ലിമായിട്ട് പോകും. ആ യഥാർത്ഥ മുസ്ലിം ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി വേറൊന്നുമല്ല, നമ്മളുടെ അപ്പിക്കുപ്പായത്തിൽ കയറണം. ഇതാണ് ആവശ്യം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളുടെ പാരൻറ്റിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഇറങ്ങിത്തിരിക്കുന്നു കുത്തിത്തിരിപ്പുമായിട്ട്. അങ്ങനെ ആ കുത്തിത്തിരിപ്പുമായിട്ട് അവിടെ സ്കൂളിലേക്ക് എത്തുന്നു. സ്കൂളിലേക്ക് വരുമ്പോൾ ടീച്ചർമാരെ ശ്രദ്ധിക്കുന്നു, ചോദിക്കുന്നു എന്താണ് ഇങ്ങനെ, ഇത് യൂണിഫോമിലുള്ള സാധനമല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ വലിയ പ്രശ്നമാവുകയാണ്. അതെന്താ, ഒരു കഷ്ണം തുണിയല്ലേ, അതിട്ടാൽ എന്താ കുഴപ്പം, ഇതിനെന്താ കുഴപ്പം എന്ന ആ സാധനം ആയിട്ട് അവിടെ നമ്മുടെ ആളുകൾ വരാൻ തുടങ്ങി. അപ്പോൾ അത് നിങ്ങൾ കേട്ട് കാണും. അതിനെന്താ കുഴപ്പം? ഇതൊരു ഒരു മാസ്റ്റർ സ്ട്രോക്ക് ഒരു ചോദ്യമാണ്. ഇസ്ലാമിലെ ഏത് വിഷയം എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിനോടൊപ്പം ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇതൊരു ഭീകരവാദ ചോദ്യമായിട്ട് നമ്മൾ പ്രഖ്യാപിക്കണം എന്നാണ് ഞാൻ പറയുക. ഇതിനെന്താ കുഴപ്പം? ഹലാൽ തിന്നാൽ എന്താ കുഴപ്പം? ബിരിയാണിയിൽ ലേശം തുപ്പിയാൽ എന്താ കുഴപ്പം? ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ഹലാൽ പപ്പടം ഉണ്ടാക്കിയാൽ എന്താ കുഴപ്പം? ഹലാൽ അപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയാൽ എന്താണ് കുഴപ്പം? ഈ ഹിജാബ് ഇട്ടാൽ എന്താണ് കുഴപ്പം? അതേപോലെ എന്ത് സാധനം, സ്കൂളിൽ നിസ്കരിച്ചാൽ എന്താണ് കുഴപ്പം? നടു റോട്ടിൽ നിസ്കരിച്ചാൽ എന്താണ് കുഴപ്പം? ഏത് സാധനം എടുത്തു വെച്ചിട്ട് അതിനെ ആരെങ്കിലും എതിർത്താൽ ഈ സാധനം എടുത്ത് അങ്ങ് തിരിച്ചങ്ങ് വെക്കും. എന്താ ഇപ്പോൾ കുഴപ്പം എന്നങ്ങ് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കൊന്നും മിണ്ടാൻ പറ്റില്ല. അപ്പോൾ ബാക്കിയുള്ള ആളുകളും ഇതൊക്കെ നിങ്ങളെടുത്തോ നിങ്ങൾക്കും ഉണ്ടല്ലോ, നിങ്ങൾ കാവി പുതക്കി, നിങ്ങൾ കൊന്താട്, അപ്പം ഞമ്മക്കൂടാലോ. ഇതാണ് അവിടുത്തെ കളിയായിട്ട് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങളിലെല്ലാം തന്നെ ഈ ഒരു ഭീകരവാദ ചോദ്യം, അതിനെന്താ കുഴപ്പം എന്ന് പറയുന്ന ചോദ്യവും കുത്തിത്തിരിക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരവസ്ഥ, ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളത് കണ്ടു. ഏതായാലും ആ സ്കൂള് ഉറച്ച നിലപാടിൽ നിന്നും അതിന് വീണ്ടും ഞാൻ ആ സ്കൂളിനെയും ആ മാനേജ്മെൻറ്റിനെയും അവിടുത്തെ പ്രിൻസിപ്പാളിനെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. അവർ ആ റൂളിൽ എന്താണോ പറയുന്നത്, സ്കൂളിലെ യൂണിഫോം റൂൾ എന്താണോ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അതിങ്ങനെ ഏതെങ്കിലും ഒരാൾ വന്നങ്ങ് കണ്ണുരുട്ടുമ്പോഴേക്കും മാറ്റാനുള്ള സാധനമാണെന്ന് പിന്നെ ഇതൊന്നും എഴുതി വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ അടുത്ത ദിവസം വേറെ ആൾ വന്നിട്ട് കൊന്തയിടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ മാറ്റുമോ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തുണി പുതയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാറ്റുമോ? ഇല്ല. അപ്പോൾ അതിന് പറ്റൂല എന്നുണ്ടെങ്കിൽ ഹിജാബിനും അത് ബാധകമാണ്. ഇത്രേ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇതൊരു CBSE സ്കൂളാണ്, അതിൽ സ്റ്റേറ്റിന് പ്രത്യേകിച്ച് അതിനകത്ത് ഇടപാടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ കോടതിയിൽ മുന്നേ വിധിയുള്ളതാണ് 2018. പിന്നെ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ആർട്ടിക്കിൾ 30 പ്രകാരം അവർക്ക് ഇത്തരത്തിലുള്ള നിയമങ്ങൾ അവിടെ നടപ്പിലാക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് മുന്നേ അത് ഉയർത്തി വെച്ചിട്ടുള്ളതാണ്.
അങ്ങനെയൊക്കെ ഉള്ള സ്ഥിതിക്ക് ഇവർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ ആ പൊസിഷനാണ് വിജയിക്കുക എന്നത് അവർക്ക് മുന്നേ തന്നെ അറിയുന്നുണ്ട്. അവരതിൽ ഉറച്ചു നിന്നു. അതാണ് നമ്മൾ അവസാനം വരെ നമ്മൾ കണ്ടത്. അങ്ങനെ ആ കുട്ടി അവിടെ വേറെ ഗത്യന്തരമില്ലാതെ എന്ത് സംഭവിച്ചു, പള്ളുരുത്തി ആ സ്കൂളിൽ നിന്നും TC വാങ്ങിച്ച് പോവുകയാണ്. ഞാൻ പോവാണ് കേട്ടോ എന്ന് പറഞ്ഞ് ആ ബാപ്പ വല്ലാതെ കരഞ്ഞ് വിഷമിച്ച് പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പിന്നെ കണ്ടത്. ദണ്ഡമുണ്ടായി, ദണ്ഡം. എന്താ ചെയ്യുക? ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം നിഷേധിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അതെങ്ങനെ നിഷേധിക്കൽ? ഇപ്പോഴും ആളുകൾ പറയുന്നത് കേൾക്കാം, കുട്ടിയുടെ വിദ്യാഭ്യാസം നിഷേധിച്ച ആളുകൾക്ക് മറുപടി, ചുട്ട മറുപടി എന്നൊക്കെയാണ് പറയുന്നത്. എന്തൊട്ട് മറുപടി? യൂണിഫോം ഇട്ടാൽ സ്കൂളിൽ പഠിക്കാം എന്നല്ലേ പറഞ്ഞുള്ളൂ. അതിപ്പോൾ ഷൂസ് ഇടേണ്ടതാണെങ്കിൽ ഷൂസ് ഇടണം, ഇംഗ്ലീഷ് സംസാരിക്കേണ്ടതാണെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കണം. നമ്മളെയൊക്കെ സ്കൂളിലുണ്ടായി, പണ്ട് ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൻ്റെ തൊട്ടപ്പുറത്തെ സ്കൂളിലാണ് മുട്ടയടിച്ചത്. ഇംഗ്ലീഷ് സംസാരിക്കാത്തതിന് മുട്ടയടിച്ചു എന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അത് നമ്മുടെ സ്കൂളിൻ്റെ തൊട്ടടുത്തായിരുന്നു. ഇങ്ങനെയുള്ള പല പല തോന്നിയാസങ്ങൾ പല സ്കൂളുകളിലും നടത്തുന്നുണ്ട് എന്നുള്ളത് ഒരു വശത്ത് ഉണ്ടായിരിക്കെ, ഇത് അത്തരം കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഇത് വളരെ കൃത്യമായിട്ട് റൂളിൽ പറയുന്ന ഒരു കാര്യമാണ്. ഇന്നത് ചെയ്താൽ എന്ത് ചെയ്യും, സ്കൂളിൽ വരുമ്പോൾ യൂണിഫോം ഇടണം, ഇതേ ഉള്ളൂ. അതിന് ലം യലിദ് വലം യൂലദ് വലം യക്കുല്ലഹു കുഫുവൻ അഹദ്. അതിൽ പിന്നെ കൂടുതൽ ചോദ്യമൊന്നുമില്ല. യൂണിഫോം ഉണ്ടോ ഇല്ലേ, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ കയറാം. ലക്കും യൂലദ് വലം യക്കുല്ലഹു കുഫുവൻ അഹദ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. അത് നിങ്ങൾക്ക് മനസ്സിലാവാതെ വരുമ്പോൾ ഇനി വേണമെങ്കിൽ അറബി പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾ അവിടെ കൂടുതലൊന്നും ചോദിക്കാൻ പാടില്ല. ലം യലിദ് വലം യൂലദ് വലം യക്കുല്ലഹു കുഫുവൻ അഹദ് എന്ന് പറയുന്നത് അതുകൊണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല, അവിടെ വന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി. ഇതൊക്കെ കഴിഞ്ഞ് അവസാനം ആ TC വാങ്ങിച്ച് കുട്ടി പോയി. ഇന്നിപ്പോൾ ആ കുട്ടിയുടെ ബാപ്പ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ഇത് കുട്ടിയുടെ പടവും കുട്ടിയുടെ ചിത്രമൊക്കെ അവർ തന്നെ വെച്ചതാണ് കേട്ടോ, ഞാൻ ഇട്ടതല്ല. ഇനി അതിൻ്റെ പേരിലാരും തലയ്ക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ആൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്, പ്രിയപ്പെട്ടവരെ, മക്കൾ ഇന്ന് പുതിയ സ്കൂളിലേക്ക് അവരുടെ ഡിഗ്നിറ്റി ഉയർത്തിപ്പിടിച്ച് തന്നെ അവരുടെ തലയിലെ 3/4 മീറ്റർ തുണി കണ്ടാൽ ഒപ്പമുള്ള ഒരു കുട്ടിയും പേടിക്കില്ല എന്ന് ഉറപ്പുള്ള കലാലയത്തിലേക്ക്. പ്രതിസന്ധി ഘട്ടത്തിൽ ആൾക്കൂട്ടങ്ങളുടെയോ സംഘടിത ശക്തിയുടെയോ പിൻബലമില്ലാതെ ഒരു സാധാരണക്കാരനായ എൻ്റെ ഒപ്പം നിന്ന് മുഴുവൻ പേർക്കും പ്രാർത്ഥനാ മനസ്സോടെ നന്ദിയോടെ. ആരപ്പോൾ കൂടെ നിന്നത്? ഒരു മനുഷ്യൻ നിന്നില്ല, കുറേ തീവ്രവാദ സുഡാപ്പികൾ നിന്നു. അതിനാണ് ഈ പറയുന്നത്. വൈവിധ്യങ്ങളുടെ കളറുള്ള പുതുലോക ക്രമത്തിലേക്ക് നമ്മുടെ മക്കൾ യാത്ര തുടരട്ടെ. ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇതിൽ ആ വാചകങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതായത് പുതിയ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്നതാണ്, ഇത് നേരത്തെ അങ്ങ് ചെയ്താൽ പോരായിരുന്നു എൻ്റെ പൊന്നു നിയാസെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, ഇവിടെ ഒരു ഫ്രീ മാർക്കറ്റ് സൊസൈറ്റിയാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യൂണിഫോം തിരഞ്ഞെടുക്കാനും അത് അവൈലബിൾ ആവുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം, പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാം എന്നിരിക്കുക നിങ്ങളത് ചെയ്യാതെ ഇവിടെ തന്നെ പഠിക്കണം എന്ന് നിർബന്ധം പറയുന്നത് എന്തിനാണ്? അപ്പോൾ ഇവിടുത്തെ എഡ്യൂക്കേഷൻ എന്തോ ഒരു മേന്മയുണ്ട് എന്നത് കണ്ടുകൊണ്ടായിരിക്കുമോ അങ്ങനെ ചെയ്തത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ റൂൾസ് നിങ്ങൾ പാലിക്കണം, അതല്ലേ വേണ്ടത്. ഇപ്പോൾ ഇസ്ലാമിക രാജ്യത്തെ നിയമം അത് പാലിക്കണം എന്ന് നിങ്ങൾ പറയുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അത് ഈ പറയുന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ എന്തേ നിങ്ങൾക്ക് അത് അവിടെ എടുക്കാൻ പറ്റാത്തത്? അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. എന്തായാലും അവസാനം കുട്ടീനെ TC വാങ്ങിച്ച് വേറെ സ്കൂളിൽ ചേർത്തു. ഇത് ആദ്യം ചെയ്താൽ പോരായെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. പോട്ടെ, ഇനി അതിന് കൂടെയുള്ള ഡെക്കറേഷനാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഡിഗ്നിറ്റി ഉയർത്തിപ്പിടിച്ചു തന്നെയാണ്. എന്തേ ബാക്കിയുള്ള കുട്ടികൾക്കൊന്നും ഡിഗ്നിറ്റി ഇല്ലേ? അപ്പോൾ അവിടെ പഠിക്കുന്നത് നിങ്ങളുടെ കുട്ടിക്ക് മാത്രമേ ഉള്ളൂ ഈ ഡിഗ്നിറ്റി എന്ന് പറയുന്ന സാമാനം. അപ്പോൾ നിങ്ങളുടെ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇനി ഇസ്ലാമിലെ നിയമം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഹിജാബിൻ്റെ ഉദ്ദേശം? അതും നമ്മൾ പറയണം. ഞാനിവിടെ വരുന്നുണ്ട്, അതിലേക്കൊക്കെ നമ്മൾ വീണ്ടും കടക്കും, എന്തായാലും കടന്നേ പറ്റൂ. അപ്പോൾ എന്താണ് ഈ ഡിഗ്നിറ്റി? നിങ്ങളുടെ മകൾ പിഴച്ചവളല്ല എന്നത് കാണിക്കാൻ വേണ്ടി തന്നെയാണ് സത്യത്തിൽ ഇസ്ലാമിൽ ഇതിൻ്റെ ഉദ്ദേശം. ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമൊക്കെ ഉണ്ടാവും, പക്ഷേ ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. ഇതാണ് ഇസ്ലാമിൽ അതിൻ്റെ ഉദ്ദേശം. അതായത് പിഴച്ചവളും അല്ലെങ്കിൽ പിഴയ്ക്കാൻ വിധിക്കപ്പെട്ടവളും അല്ലെങ്കിൽ ചാരിത്രശുദ്ധി ഇല്ലാത്തവളും ചാരിത്രശുദ്ധി ഉള്ളവളും എന്ന രീതിയിൽ മനുഷ്യ സ്ത്രീകളെ വേർതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മതചിഹ്നമാണ് ഈ ഹിജാബ് എന്ന് പറയുന്നത്. അത് എവിടെയാണെന്ന് ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇതാണ് ഹിജാബിൻ്റെ ഉദ്ദേശം. അപ്പം നിങ്ങൾ അവിടെ ആ ഡിഗ്നിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഉദ്ദേശം എന്താണ്? എൻ്റെ മകളുടെ ചാരിത്രശുദ്ധി നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ പറഞ്ഞ കാര്യമാണ് കേട്ടോ ഡിഗ്നിറ്റി വരുന്നത്. അപ്പോൾ ബാക്കിയുള്ള അവിടുത്തെ കുട്ടികളൊക്കെ എന്തോ മോശക്കാരിയാണെന്നാണ് അപ്പോൾ നിങ്ങൾ പറഞ്ഞു വെക്കണത്. വളരെ മോശം. ഇനി അവളുടെ തലയിലെ 3/4 മീറ്റർ തുണി കണ്ടാൽ, ഈ 3/4 എന്ന് പറഞ്ഞ സാധനം വിട്ടിട്ട് ഇവർക്ക് ഒരു കളിയില്ല. ഈ എന്തിനാണ് എല്ലാത്തിലും ഈ 3/4 കൊണ്ട്? എൻ്റെ പൊന്നെ തമ്പുരാനെ, മടുത്തു, കേട്ട് മടുത്തു. ഈ 3/4 കഥയല്ലാതെ ഒന്നും പറയാനില്ല. പോട്ടെ, ഇവിടെയും 3/4, തലയിലും 3/4, ഏതായാലും 3/4 മീറ്റർ തുണി. ഇതാണ് അവസ്ഥ. പോട്ടെ, അത് വിട്ടു. അതിൻ്റെ പേരിലുള്ള അത് കണ്ടിട്ട് ആരും പേടിക്കുന്നില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. ഒപ്പമുള്ള ഒരു കുട്ടിയും പേടിക്കില്ല. പേടിക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മഹ്സാമീനയോട് ചോദിക്കാം, വഴിയേ വരുന്നുണ്ട്.
അതുപോലെ മുഖത്ത് ആസിഡ് ഒഴിച്ച് മുഖം പരിക്കൊക്കെ പറ്റിയിട്ട് കിടക്കുന്ന അഫ്ഗാനിലെയും ഇറാനിലെയൊക്കെ പെണ്ണുങ്ങളുണ്ട്. അവരോട് ചോദിക്കാം, നിങ്ങൾക്ക് ഈ സാധനം കാണുമ്പോൾ പേടി വരുന്നുണ്ടോ എന്ന്. അപ്പോൾ അങ്ങനെയൊന്നും ഒരു പേടിയില്ലാത്ത സ്ഥലത്തേക്ക് പോയിട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. ശരിയാണ്, ഇന്ത്യയിലെ ഒരു സ്ഥലത്തും അങ്ങനെ നിങ്ങൾക്ക് പേടിക്കേണ്ടി വരില്ല. പക്ഷേ നിങ്ങൾ പാകിസ്ഥാനിലാണെന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ തലമണ്ടയിലൂടെ ഉണ്ട കയറും. എന്താ കാരണം? അത് തലയിൽ ഹിജാബ് ഇട്ടിട്ടുണ്ടോ ഇല്ലയോ നോക്കിയിട്ടല്ല. പെണ്ണുങ്ങൾ അത് വീട്ടിൽ പോയി ഇരിക്കുക, നിങ്ങളോട് ആരാ പഠിക്കാൻ പറഞ്ഞതെന്ന് അവിടെ താലിബാൻ പറയുന്നു, ഐസിസ് പറയുന്നു, അങ്ങനെ പല ചങ്ങാതിമാരും എന്ന് പറയും. മലാല യൂസുഫ് സായിയോട് ചോദിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ ഇരുന്നിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിന് മുന്നേ ഇപ്പം എന്താ താമസിച്ചിരുന്ന പോലെ പാകിസ്ഥാനിൽ വല്ല ആയിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചു പോകുന്നത്. ഇന്ത്യയിൽ ഏത് വിദ്യാലയത്തിലാണ് തലയിൽ തുണിയിട്ടിട്ടില്ല എന്നതിൻ്റെ പേരിൽ ആരെങ്കിലും ഇതേപോലെ, അല്ലെങ്കിൽ തലയിൽ തുണി ഇട്ടു എന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ആയി എന്നതിൻ്റെ പേരിൽ ഇവിടെ ആരും ആക്രമിക്കപ്പെട്ടിട്ടൊന്നുമില്ല. യൂണിഫോം ഉണ്ടെങ്കിൽ അത് പാലിക്കണം. അതിപ്പോൾ നമ്മളൊക്കെ യൂണിഫോം ഇട്ടില്ലെങ്കിൽ നമ്മളും ക്ലാസ്സിൽ നിന്ന് പുറത്തേക്കേണ്ടി വരും. അതിൻ്റെ അർത്ഥം വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു, നിഷേധിച്ചു എന്നൊന്നുമല്ല. അതൊക്കെ നിങ്ങളുടെ ഈ പറയുന്ന ഇരവാദം അത് കൊഴുപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുത്തു വെക്കുന്ന ചില കുന്ത്രാണ്ടങ്ങൾ മാത്രമാണ്. അതിനൊന്നും വലിയ വിലയൊന്നും ഇന്നത്തെ നാട്ടിൽ ഈ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ പോലും കൊടുക്കുന്നില്ല എന്നതാണ് നിങ്ങളുടെ ഈ വിഷയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനി അടുത്തതാണ്, പ്രതിസന്ധി ഘട്ടത്തിൽ ആൾക്കൂട്ടങ്ങളുടെയോ സംഘടിത ശക്തിയുടെയോ പിൻബലമില്ലാത്തൊരു സാധാരണക്കാരനായ എൻ്റെ ഒപ്പം നിന്ന് മുഴുവൻ പേർക്കും പ്രാർത്ഥന മനസ്സോടെ നന്ദിയോടെ. ആര് നിന്നു എന്നായി പറയുന്നത്? നിങ്ങളുടെ കൂടെ കുറേ സുഡാപ്പികൾ നിന്നു. അവർ ആ സുഡാപ്പികൾ കോളേജിൽ അവിടെ സ്കൂളിൽ വന്നിട്ട് കുറേ ഒച്ചയമ്പകളും ഉണ്ടാക്കി, ബാക്കിയുള്ള കുട്ടികളെയും പേടിപ്പിച്ചു. ഇതല്ലേ ഉണ്ടായത്. അല്ലാതെ നിങ്ങളുടെ കൂടെ ആരാ നിന്നത്? പിന്നെ നിന്നത് ഇവിടുത്തെ നിങ്ങളുടെ ഈ യൂസ്ഫുൾ ഇഡിയറ്റ്സ് എന്ന് പറയുന്ന നമ്മളുടെ കമ്മ്യൂണിസ്റ്റുകാർ. അതല്ലാതെ ഇവിടെ ആരാ നിന്നത്? പൊതുജനത്തിൽ ഒരാൾ പോലും നിന്നിട്ടില്ല. ഇവിടുത്തെ മുസ്ലിങ്ങളിൽ ഒരു വലിയ ഭൂരിപക്ഷം വരുന്ന ഇവിടുത്തെ സമാധാനപ്രിയരായിട്ട് ഈ കുത്തിത്തിരിപ്പിൽ മനമെടുത്തിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾ ഒരാൾ പോലും നിങ്ങളുടെ കൂടെ കൂടിയില്ല. ഏതോ 2-3 കുരുപൊട്ടിയ മറ്റ് ഏതോ ജിഹാദികൾ കൂടിയിട്ടുണ്ട്, അവരുടെ കുട്ടികളെയും ഇതുപോലെ ഇറക്കി കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞ്. അവർ പോയല്ലോ എന്നൊന്നും അറിയില്ല, പോകുമ്പോൾ പോട്ടെ. അങ്ങനെയുള്ളവർ പോകുന്നത് തന്നെയാണ് നല്ലത്. അതല്ലെങ്കിൽ നാടിന് അത് ബാധ്യതയാണെന്നാണ് ഞാൻ പറയാം. പറ്റുമെങ്കിൽ നിങ്ങൾ ഹിജറ പോകണം എന്നാണ് പറയുക. അതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇതേപോലെ ജീവിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട് വിട്ട് പോവുക, പാകിസ്ഥാനിലേക്ക് പോകൂ. ഞാനത് പച്ചയ്ക്ക് പറയും. കാരണം എന്താണ്? ഇതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് താമസിക്കാനും ജീവിക്കാനും കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹിജറ പോകൂ എന്നല്ലേ മുഹമ്മദ് നബി നമ്മളെ പഠിപ്പിച്ചത്. അതല്ലേ മുഹമ്മദ് നബി ചെയ്ത് കാണിച്ചത്. മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോയത് എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ എന്തോ മറ്റേ ഒട്ടകത്തിൻ്റെ എന്തോ ചാണകം കൊണ്ടുവന്ന് ഇട്ടു എന്നൊക്കെ അല്ലേ നിങ്ങൾ പറയണത്. അപ്പോൾ അങ്ങനെ സംഘികൾ നിങ്ങൾ ഇതേപോലെ വേട്ടയാടുന്ന ഒരു കാലഘട്ടമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? തൊട്ടപ്പുറത്ത് ബംഗ്ലാദേശ് ഉണ്ട്, പാകിസ്ഥാനുണ്ട്, അഫ്ഗാനിസ്ഥാനുണ്ട്, അങ്ങനെ എന്തെല്ലാം സ്ഥലങ്ങളുണ്ട്. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോകാമല്ലേ? എന്താ നിങ്ങൾ പോകാത്തതിൻ്റെ പൊന്നിനിയാസ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ നിങ്ങളിവിടെ വന്ന് നിന്നിട്ട് നിങ്ങളുടെ കൂടെ ആരൊക്കെ നിന്നോ? നിങ്ങളുടെ കൂടെ ആരും നിന്നിട്ടില്ല. നിങ്ങളുടെ കൂടെ നിന്നത് ആ കൂടി കുറച്ച് സുഡാപ്പികൾ. അത് ജിഹാദികളാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഒരു മനുഷ്യനും നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ വെറുതെ കടന്നിട്ട് നിങ്ങൾ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിവിടെ ആരും ഉണ്ടായിട്ടില്ല. അത് നിങ്ങളുടെ വെറും തോന്നൽ മാത്രമാണ്. ഏതായാലും ഒരു വലിയ സമൂഹം ഇവിടുത്തെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പോലും നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടില്ല. ബാക്കിയുള്ള കുട്ടികൾ അവിടെ ഇപ്പോഴും പഠിക്കുകയാണ്. ബാക്കി മുസ്ലിം കുട്ടികൾ ഇപ്പോഴും അവിടെ ഉണ്ട്. അവരാരും ഹിജാബ് എന്നും പറഞ്ഞിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ആരും വന്നിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അവർക്ക് നമ്മളൊരു പ്രത്യേക അപ്രീസിയേഷൻ വീണ്ടും നമ്മൾ കൊടുക്കണം എന്നാണ് ഞാൻ പറയുക. അത് നമുക്കിവിടെ വീണ്ടും ഒന്ന് പ്രകടിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. നമുക്കൊന്ന് കൊടുത്തേക്കാം. അതാ കുട്ടികൾക്കുള്ളതാണ്. ഓക്കെ, യെസ്. അപ്പോൾ അവിടെ ആ സ്കൂളിലുള്ള ബാക്കി കുട്ടികൾ, പ്രത്യേകിച്ച് അവിടുത്തെ മുസ്ലിം കുട്ടികൾ ഈ കുത്തിത്തിരിപ്പിന് കൂട്ട് നിൽക്കാതെ ഏതുപോലെ ഇപ്പോൾ കർണാടകയിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനൊന്നും നമ്മൾ അതുപോലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ കാണാൻ പറ്റാത്ത രീതിയിൽ അതിലൊന്നും കൂട്ട് നിൽക്കാതെ അവരവരുടെ പഠനവുമായിട്ട് ഞങ്ങൾക്ക് വിദ്യാഭ്യാസമാണ് വലുത് എന്ന് പറഞ്ഞ് അവർ നിന്നും. അതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ പൊന്നുനിയാസെ, നിങ്ങൾ കൂടെ ആരും ഉണ്ടായിട്ടില്ല, നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നു എന്നുള്ളത് ഇനിയെങ്കിലും ഒന്ന് തിരിച്ചറിയൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്തതാണ് ഇതിൽ ഏറ്റവും വലിയ കോമഡി. വൈവിധ്യങ്ങളുടെ കളറുള്ള പുതുലോക ക്രമത്തിലേക്ക് നമ്മുടെ മക്കൾ യാത്ര തുടരട്ടെ എന്ന്. ഇത് കേട്ട് ഞാൻ 2 മിനിറ്റ് തലയും കുത്തി നിന്നിട്ടാണ് ചിരിച്ചത്. ഈ ഹിജാബ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ കളറുള്ളത്? 2 കളറേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒന്ന് ഈ നീല കളറ്, 2 ഈ പറയുന്ന കറുപ്പ് കളറ്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വെച്ചാൽ ഇതിലേതാണ് മറ്റേ ഗാർബേജ് ബാഗ് എന്ന് പോലും തിരിച്ചറിയില്ല. ഇതിലിപ്പോൾ ഒരു ഹിജാബ് ഇട്ടൊരു പെണ്ണ് അവിടെ ഇരിപ്പുണ്ട്. അത് ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കാണിക്കണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൻ്റെ ഇത്രമാത്രം ദുരന്തമാണ് ഈ സാധനം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയുള്ള കളറോ വൈവിധ്യമോ ഒന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ചോയ്സ് ആണെന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാട്ടോ, ചുമന്ന ഹിജാബ്, അല്ലെങ്കിൽ പച്ച ഹിജാബ്, അല്ലെങ്കിൽ മഞ്ഞ ഹിജാബ്, അല്ലെങ്കിൽ നീല ഹിജാബ്, അല്ലെങ്കിൽ കറുത്ത ഹിജാബ്, ഇതൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു ചോയ്സ് ചിലപ്പോൾ ഉണ്ടാവും. അങ്ങനെ ചിലപ്പോൾ ഇതിനകത്തൊരു വൈവിധ്യമൊക്കെ കാണും. അല്ലാതെ ഇതിനകത്ത് എവിടെയാണ് ഇതൊരുമാതിരി? ഇനിയിപ്പോൾ ഇതൊക്കെ കൂടി ഒരു ക്ലാസ്സിൽ ഇങ്ങനെ കുറേയുള്ള കളറൊക്കെ കൂടി ഇരുന്ന് ഇങ്ങനെ ഇട്ടെന്ന് വിചാരിച്ചു. ഇത്
ക്ലാസ്സിലേക്ക് അങ്ങോട്ട് കയറുമ്പോൾ നമ്മൾ ഒരു മാഗ്നിഫൈഡ് ജീരകമിഠായിയുടെ പാക്കറ്റിലേക്ക് നോക്കണ മാതിരി ഉണ്ടാവില്ലേ, അതെല്ലാം ഉണ്ടാവുക. അങ്ങോട്ട് കയറുമ്പോൾ ഒരു പച്ച ജിഹാദ് ഒരു പച്ച ഹിജാബുകാരി അവിടെ ഇരിക്കുന്നു, ഇതേപോലെ മൂടി പൊതിച്ച് പച്ച ജീരകമിഠായി. അപ്പുറത്ത് നോക്കുമ്പോൾ ചുമല ജീരകമിഠായി, ഇപ്പുറത്ത് നോക്കുമ്പോൾ മഞ്ഞ. ഇതല്ലാതെ ഈ ക്ലാസ് റൂമിലേക്ക് കയറുമ്പോൾ ഇത് ഒരുമാതിരി പാക്കറ്റ് ജീരകമിഠായി അല്ലാതെ ഇതിലെന്തെന്നാ തോന്നുന്നത്? ഇതിലെവിടെയാണ് വൈവിധ്യം? ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വൈവിധ്യം? ഏതായാലും നിങ്ങൾ ഈ സാധനത്തെയൊക്കെ നിങ്ങൾ വലിയ കലാരൂപമായിട്ട് കാണുന്നു, ഇതിനെ കളറുകളുടെ ഒരു അതിപ്രസരമായിട്ടൊക്കെ കാണാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്ന് വരുമ്പോൾ നിങ്ങളുടെ കലാപരമായ സാധനമൊന്നും അധികം എടുക്കണ്ട. കല അത് ഇസ്ലാമിൽ ഹറാമാണ് കേട്ടോ, അത് അധികം അങ്ങോട്ട് പുറത്തേക്ക് എടുക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും വൈവിധ്യങ്ങളുടെ കളറുള്ള പുതുലോക ക്രമത്തിലേക്ക് നമ്മുടെ മക്കൾ യാത്ര തുടരട്ടെ. എന്ന് വെച്ചാൽ അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ആ പോക്ക് അത് ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്, ആ ജിഹാദിലേക്കുള്ള പോക്ക് ഇവിടെ തുടങ്ങിയിരിക്കുന്നു എന്നാണോ നമ്മുടെ നിയാസ് ഉദ്ദേശിച്ചത്? എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കാൻ കേട്ടോ, ഒന്ന് കാര്യമായിട്ട് പറഞ്ഞു തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഈ വാചകമാണ് ഇതിൽ എന്നെ ഹഠാത് ആകർഷിച്ചതും ഇന്ന് ഈ ലൈവ് ചെയ്യണം. ഇതിങ്ങനെ വിട്ടു ഒരു പോസ്റ്റ് എഴുതി വിടേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇത് കണ്ടപ്പോൾ ഒന്ന് പറയണമെന്ന് തോന്നി. അപ്പോഴാണ് നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയേണ്ടത്. കാരണം ഇവരെങ്ങനെയാണ് നാട്ടുകാരെ പറ്റിക്കണമെന്നുള്ളതാണ്. സ്വന്തം മക്കളെ പറ്റിക്കുകയാണത്. നാട്ടുകാരെ പറ്റിക്കണമൊക്കെ പോട്ടെ, ആ സ്കൂളിനെ ഏതായാലും നിങ്ങൾക്ക് പറ്റിക്കാൻ കഴിഞ്ഞില്ല. അവർ ആ നിയമത്തിൽ ഉറച്ചു നിന്നു, ഇവിടുത്തെ കോടതി അവർക്കൊപ്പം തന്നെ നിന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ഈവൻ ഗവൺമെൻറ് പോലും നിങ്ങളോട് പറഞ്ഞല്ല കോടതി പോയിട്ട് പറഞ്ഞത്. ഗവൺമെൻറ് അതിൽ നിന്ന് വീണ്ടും യു ടേൺ അടിക്കുക. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 3 യു ടേൺ എടുത്തു കഴിഞ്ഞു. 3 യു ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് തുടങ്ങിയോടെ തന്നെ വന്ന് നിൽക്കുമല്ലോ, അല്ലെങ്കിൽ 2 എടുത്താൽ തന്നെ അവിടെ വന്ന് നിൽക്കും. അതാണല്ലോ 2-3 യു ടേൺ എടുത്തുണ്ടാവുന്ന അവസ്ഥ. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ കൂടെ ഒരു മനുഷ്യൻ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളിവിടെ ആളുകളെ പറ്റിക്കുകയാണ്. ഇത് ഈ ഹിജാബ് ഇടുക എന്നൊക്കെ പറഞ്ഞ് ഇതിനകത്തൊരു വർണ്ണവൈവിധ്യങ്ങൾ കളറ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ആളെ പൊട്ടനാക്കുകയാണെന്നാണ് എനിക്ക് നിയാസിനോട് ചോദിക്കുന്നത്. എൻ്റെ പൊന്ന് നിയാസെ, ഇൻജാതി നുണയൊക്കെ തട്ടിവിട്ട് ഇൻജാതി ഇതുപോലെയുള്ള ഉളുപ്പില്ലായ്മയൊക്കെ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? നിങ്ങൾ മക്കളെ അല്ലേ നിങ്ങൾ ഇതേപോലെ നുണ പറഞ്ഞ് ഇതേപോലെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നത്? അവരൊന്നുമില്ലെങ്കിൽ വളർന്നു വലുതാകുമ്പോൾ ഇൻ്റർനെറ്റിൽ അവർ പരതുമ്പോൾ യൂട്യൂബിൽ അവർ വീഡിയോ കാണുമ്പോൾ അവർ നമ്മളുടെ പേരും നമ്മളുടെ വീഡിയോയും കാണും. കണ്ടു കഴിയുമ്പോൾ അവർ, ഞാൻ ഇവിടെ അടിവരായിട്ട് പറയാണ്, നിങ്ങളുടെ മകൾ ആദ്യം നാളെ ഈ ഹിജാബ് എന്നിട്ട് നടക്കാൻ പോകുന്നില്ല എൻ്റെ പൊന്നു നിയാസെ. നിങ്ങൾക്ക് ഇപ്പോൾ ആ കുട്ടീനെ പേടിപ്പിച്ച് ഇതേപോലെ ചെറിയ കുട്ടിയായതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞൊക്കെ പേടിപ്പിച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷേ ഇത് അധികം നാൾ ഓടില്ല. നിയാസ് എഴുതി വെച്ചോ, ആ കുട്ടിയും കുറച്ച് കഴിയുമ്പോൾ ഈ ഹിജാബിൽ നിന്ന് പുറത്ത് ചാടും. ഇതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. കാരണം ഇവിടുന്ന് അങ്ങോട്ട് കാണാൻ പോകുന്ന കാര്യം ഇത് തന്നെയാണ്. ഇന്നത്തെ പിള്ളേരെ നിങ്ങൾക്ക് ഇതേപോലെ വളഞ്ഞിട്ട് പിടിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ നിങ്ങളുടെ ഈ പൊളിറ്റിക്കൽ സംഗതികൾക്ക് ഈ വിക്ടിം കാർഡ് ഇറക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇഞ്ചാതി സാധനങ്ങളൊക്കെ നിങ്ങളെ മക്കളെ കരുവാക്കുന്നതൊക്കെ കുറച്ച് നാളൊക്കെ നിങ്ങൾ നടത്തിക്കുക. പക്ഷേ ഇത് അധികം ഓടില്ല എന്നാണ് പറയാനുള്ളത്. കാരണം ഇത്രയേ ഉള്ളൂ, നമ്മളിവിടെ പ്രഖ്യാപിച്ച് ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞ കാര്യമാണ് ഹിജാബ് ഈസ് സ്ലേവറി. അതിൻ്റെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ലം യലിദ് വലം യൂലദ് വലം യക്കുല്ലഹു കുഫുവൻ അഹദ്. ഹിജാബ് ഈസ് സ്ലേവറി. അത് ഒരു ജെൻഡർ അപ്പാർട്ടൈഡ് എന്ന് പറയുന്നൊരു സാധനം. നിങ്ങൾക്ക് ഈ വർണ്ണവിവേചനം അല്ലെങ്കിൽ ഈ വിവേചനം ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്ന സാധനം, ഈ അപ്പാർട്ടൈഡ് എന്ന് പറയുന്നൊരു സാധനത്തെ നിങ്ങൾക്ക് വലിയ എതിർപ്പുള്ള കാര്യമാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് ലോകത്ത് ഇത് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഈ ജെൻഡർ അപ്പാർട്ടൈഡാണ്. ഈ ജെൻഡർ അപ്പാർട്ടൈഡ് എവിടെ നിൽക്കുന്നത്? അത് ഇസ്ലാമിനാണ്. ഇസ്ലാമിൻ്റെ കീഴിലാണ് അത് നിലനിൽക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്താണ്? അതാണ് ഈ സാധനം, അതാണ് ഈ ഹിജാബ് എന്ന് പറയുന്നത്. അത് ഇന്ന് എല്ലാ രാജ്യത്തും, ഇന്നിപ്പോൾ കേരളത്തിലെ സ്കൂളുകളിലടക്കം നമ്മളത് കാണുന്നു എന്ന് വരുന്നിടത്താണ് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് അധികം നാൾ ഇത് പിടിച്ചു നിർത്താൻ കഴിയില്ല എൻ്റെ പൊന്ന് നിയാസെ എന്ന് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അത് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അടുത്തത് നമുക്ക് നിയാസിനോട് പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ ഇവിടെ വായിക്കുകയാണ്. ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു, അതൊന്നുകൂടി ഇവിടെ വായിക്കുകയാണ്. എൻ്റെ പൊന്നു നിയാസെ, ഈ പറഞ്ഞ കാര്യം ഇത് ആദ്യമേ അങ്ങ് ചെയ്താൽ പോരായിരുന്നു. ഈ TC വാങ്ങിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ കൊണ്ടുപോയി പഠിപ്പിക്കുക. അങ്ങനെ അന്നേ ചെയ്തിരുന്നെങ്കിൽ ഏറ്റവും മിനിമം ഈ മോളൂസിൻ്റെ, നിങ്ങളുടെ ഈ പൊന്നു മോളുടെ തലയിൽ ഇട്ടിരിക്കുന്ന സാധനം അത് അപ്പിക്കുപ്പായമായിരുന്നു എന്ന് നാട്ടുകാർ അറിയില്ലായിരുന്നു. അത് ഹിജാബ് അതെന്ത് വലിയ സാധനമാണെന്നൊക്കെയുള്ള ഒരു ധാരണയിൽ, തെറ്റിദ്ധാരണയിൽ അവരങ്ങ് പോയത്. ഇന്നിപ്പോൾ എന്തായി കഥ? ഈ സാധനം എന്ന് പറഞ്ഞാൽ വെറും അപ്പിക്കുപ്പായമാണ് എന്നുള്ളത് നാട്ടിൽ മുഴുവൻ പാട്ടായി എന്ന് പറയുന്ന സാധനം അതാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ കള്ളി വെളിച്ചത്തായി. ഇതിപ്പോൾ പഴയ പോലെ വലിയ ഡെക്കറേഷൻ കൊടുത്തിട്ട് നിങ്ങൾ എത്രയൊക്കെ പൊക്കി വെക്കാൻ നോക്കിയാലും നിങ്ങൾ പറയണത് മറ്റേ അപ്പിക്കുപ്പായത്തിൻ്റെ കാര്യമല്ലേ എന്ന് നാട്ടുകാർ തിരിച്ചു ചോദിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിയാസ് ഇത് നേരത്തെ അങ്ങ് ചെയ്താൽ പോരായിരുന്നു. നിങ്ങളിപ്പോൾ എന്താ ബാക്കിയുള്ള മുസ്ലിങ്ങൾക്കും കൂടി, ഇപ്പോൾ അവർ മുസ്ലിങ്ങൾ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഇതുപോലെ ജിഹാദികളൊന്നും അല്ലാതെ സാമാന്യ ജീവിതം പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്നൊരു താത്ത അവരിങ്ങനെ ഒരു ഹിജാബൊക്കെ ഇട്ട് പോകുമ്പോൾ ഇന്ന് നാട്ടുകാർ
കക്കൂസ് പോന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചില്ലേ നിങ്ങൾ? എന്തിനാണ് ഇതിനിറങ്ങി തിരിച്ചെന്നാണ് നമ്മൾ അന്നേ ചോദിക്കുന്നത്. അപ്പിക്കുപ്പായം എന്ന് നിങ്ങൾ നാട്ടുകാരെ കൊണ്ട് തിരിച്ചറിയാനുള്ളൊരു വഴി ഇന്ന് നിങ്ങളായിട്ട് ഉണ്ടാക്കി വെച്ചു. അതിവിടെ പറയും, ഇത് ഒരു ഫ്രീ സൊസൈറ്റിയാണ്, നമ്മൾ കാര്യങ്ങൾ പറയും, ഫ്രീ സ്പീച്ച് ഇവിടെ ഉണ്ട്. ഇനി അതുകൂടാതെ ഇനിയിപ്പോൾ എല്ലാ കുത്തിത്തിരിപ്പും ഉണ്ടാക്കിയ സുഡാപ്പികൾക്ക് അങ്ങ് നന്ദി പറഞ്ഞാൽ മതി, കാരണം ഇതിനെല്ലാം വഴിവെച്ചത് അവരാണ്. നിങ്ങളോടൊപ്പം കൂടാതെ ഇരുന്ന നല്ല മനുഷ്യരോട് നമ്മൾ നന്ദി പറഞ്ഞോളാം, അത് നമ്മൾ പറഞ്ഞോളാം. നിങ്ങളോടൊപ്പം കൂടാതെ ഇരുന്ന ആളുകളോട് അത് നമ്മളിവിടെ പറഞ്ഞു, കയ്യടി നമ്മൾ കൊടുത്തു. അല്ലാതെ നിങ്ങളുടെ കൂടെ ഒരു കുഞ്ഞു കുട്ടി പോലും ഉണ്ടായിട്ടില്ല, കുറേ ജിഹാദികളല്ലാതെ സുഡാപ്പികളല്ലാതെ എന്നത് ഒന്ന് ഓർമ്മിക്കുക. എന്തായാലും ഇത് സംബന്ധിച്ച് കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മളൊരു പോസ്റ്റ് ഇട്ടത് ഇതാണ്: സെൻറ്റ് റീത്ത സ്കൂൾ കാരണം അപ്പിക്കുപ്പായത്തിൻ്റെ കഥ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു, മൊഗാംബോ ഗുഷുവ എന്ന് പറഞ്ഞത് അന്നാണ്. എനിക്ക് വലിയ സന്തോഷമായി, ഉള്ള കാര്യം പറയാലോ. ഇത് കുറേ കാലമായിട്ട് നമ്മൾ നോക്കിക്കൊണ്ട് നടന്നിരുന്നൊരു കാര്യമാണ്. ഇന്ന് നാട്ടുകാർ മുഴുവൻ അറിയുന്നൊരവസ്ഥയിലേക്ക് വന്നു. നമ്മളുടെ ഒരു വലിയൊരു എന്താ പറയുക, ഇത് ഈ വാക്ക്, ഈ അപ്പിക്കുപ്പായം എന്ന് പറയുന്ന വാക്ക് കോയിൻ ചെയ്ത് നമ്മുടെ ജാമിദ ടീച്ചറാണ്. പക്ഷേ കുറേ കാലമായിട്ട് അത് അവിടെ ഉണ്ടെങ്കിലും അധികം ആളുകളിലേക്ക് അത് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും ഈ വിഷയത്തോടു കൂടി അത് ഇന്ന് നാട്ടുകാർ മുഴുവൻ അറിയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്, നമ്മളത് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ജാമിദ ടീച്ചർക്ക് കൊടുക്കാനുള്ള ഒരു ട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ടീച്ചർക്ക് ഒരു തിരിച്ച് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യം, ആ വാക്ക് കൂടുതൽ നാട്ടുകാരിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കുന്നു. അപ്പോൾ ടീച്ചറെ വളരെ നന്ദിയുണ്ട് ആ വാക്ക് തന്നതിന്. അപ്പോൾ ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് അപ്പിക്കുപ്പായത്തിൻ്റെ സന്ദർഭം, ഇതുപോലെയുള്ള ഈ അപ്പിയിടൽ സന്ദർഭം. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഈ കാക്കാമാർ നിങ്ങൾ ഈ കോയ കോളിങ്ങിലൊക്കെ വിളിക്കുമ്പോൾ നിങ്ങൾ കേട്ട് കാണും. നമ്മളിപ്പോൾ ഒരു ആയത്ത് പറയാണ് 9:5 എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 5:33 എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഉടനെ അവർ പറയും അത് യുദ്ധ സന്ദർഭത്തിലുള്ള സാധനമാണെന്ന് പറയും. നിങ്ങൾ സന്ദർഭത്തിൽ നിന്നും അടർത്തുകയാണ്, അത് ഇന്ന് യുദ്ധമില്ലല്ലോ, പിന്നെ എന്തിനാണ് അത് ഇന്ന് പറയുന്നത് എന്നൊക്കെ ചോദിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ അടിമ സമ്പ്രദായത്തെക്കുറിച്ചിട്ടുള്ള ഏതെങ്കിലും ആയത്ത് നമ്മൾ ചോദിച്ചാൽ പറയും ഇന്ന് അടിമകളില്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ സാധനം എന്നവരോട് ചോദിക്കും. നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ്. അപ്പം നമ്മളിങ്ങനെ ഉത്തരം മുട്ടി ഇങ്ങനെ വിഴുങ്ങി ഇങ്ങനെ നിൽക്കും. ഇതാണല്ലോ സാധാരണ നിങ്ങൾ കാണാറുള്ളത്, കോയക്കോളിങ്ങിൽ നിങ്ങൾ സ്ഥിരം കണ്ടിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, ഈ ഹിജാബ് എന്ന് പറയുന്ന സാധനം ഇസ്ലാമിലേക്ക് വരുന്നതിനും ഒരു സന്ദർഭമുണ്ട് എൻ്റെ പൊന്നു കോയ. ആ സന്ദർഭം എന്താണ്? അതൊരു അപ്പീടൽ സന്ദർഭമാണ് കോയ. അപ്പോൾ ഇന്ന് നമ്മളുടെ നാട്ടിൽ അത്തരമൊരു സന്ദർഭം ഉണ്ടെങ്കിലല്ലേ ഈ സാധനം ഈ പറയുന്ന കാലഘട്ടത്തിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമുള്ളൂ. എന്ന് വെച്ചാൽ ഇന്ന് യുദ്ധമില്ലാത്തത് കൊണ്ട് യുദ്ധ സന്ദർഭത്തിൽ ആയത്ത് നിന്ന് എടുക്കരുത് എന്ന് പറയുന്നത് പോലെ, ഇന്ന് അടിമ ഇല്ലാത്തത് കൊണ്ട് അടിമ സന്ദർഭത്തിൽ ഉള്ള സാധനം ഇന്ന് എടുക്കരുത് എന്ന് പറയുന്നത് പോലെ, ഇന്ന് ഈ അപ്പീടൽ സന്ദർഭം ഇല്ലാത്തത് കൊണ്ട് ഈ പറയുന്ന സാധനം എടുക്കേണ്ടതില്ല എന്നല്ലേ നമ്മൾ പറയേണ്ടത്? അതെന്താ ആ ഘട്ടം വരുമ്പോൾ നിങ്ങളത് എടുക്കാത്തത് എന്നതാണ് നമ്മൾ തിരിച്ച് ചോദിക്കുന്നത്. എൻ്റെ പൊന്നു കോയമാരെ, അതെന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്? ഇവിടെ ആ ചിത്രമൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് സ്ഥിരമായിട്ട് ഉമർ വന്നിട്ട് മുഹമ്മദ് നബിയോട് പറയാണ്, അത് നിങ്ങളുടെ ഭാര്യമാരോട് ഇതുപോലെ തട്ടമിട്ട് നടക്കണമെന്ന് പറയുന്നു. കാരണം എന്താണ്? ഈ രാത്രിയാണ് ഇവരെല്ലാവരും അപ്പിയിടാൻ വേണ്ടിയിട്ട് പോവുക. പകലൊക്കെ പോകാൻ വലിയ മെനക്കെടാണല്ലോ. അപ്പോൾ രാത്രി അപ്പിയിടാൻ പോകുന്ന സമയത്ത് ഇതേ സമയത്ത് ഈ ഷാബാങ്കും എടുത്ത് നിസ്കാരം കഴിഞ്ഞ് പോകുന്ന ആ സമയത്തൊക്കെ ആയിട്ട് ഈ ഉമറും കൂട്ടാളികളും, എന്ന് വെച്ചാൽ നമ്മളുടെ മഹാനായ ഉമറും കൂട്ടാളികളും അവർ പൂവാലന്മാരായിട്ട് നടക്കുന്ന കാഴ്ച, അവർ പെണ്ണുങ്ങളെ പിടിക്കുന്നു, അടിമ സ്ത്രീകളെ തോണ്ടുന്നു, അവരെ ഞെക്കുന്നു, പിടിക്കുന്നു. ഇതൊക്കെയാണ് അവരുടെ സ്ഥിരം ഹോബി. സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചു കൊടുത്തുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് അവരതൊക്കെ ചെയ്ത് നടക്കുമ്പോൾ അറിയാതെ ചില സ്വതന്ത്ര സ്ത്രീകളെ കയറി പിടിക്കുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ അവരെ ഭാര്യ, ഈ മുഹമ്മദ് നബിയുടെ ഭാര്യമാരെ പോലും ഒളിഞ്ഞു നോക്കുന്ന അവസ്ഥ ഉണ്ടാവുകയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഇതുപോലെ സൗദ അപ്പിടാൻ പോയപ്പോൾ അത് ഒളിഞ്ഞു കാണുന്നൊരവസ്ഥ ഉണ്ടാവുകയും സൗദ വീട്ടിൽ പോയിട്ട് അത് തിരിച്ച് പറയുകയും ചെയ്തപ്പോൾ അടുത്ത ദിവസം ആയത്തിറങ്ങി, ഇനി മുതൽ നിങ്ങൾ ഇതേപോലെ സാധനം ഇട്ട് നടന്നോ, ഇല്ലെങ്കിൽ നമ്മൾ ഉമറിൻ്റെ കണ്ണിൽ പെട്ട വലിയ കുഴപ്പമാണ് എൻ്റെ കുട്ടികളെ എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് നബി അവിടെ ആയത്തിറക്കുന്നൊരവസ്ഥയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇനി നിങ്ങൾ പറയും, ഇന്ന് നമുക്ക് കക്കൂസ് ഉണ്ട്, ഇന്ന് നമുക്ക് നല്ല അടച്ചുറപ്പുള്ള നല്ല ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടുകളാണുള്ളത്. അപ്പോൾ ആരും തന്നെ അൽ മനാസിയിലേക്ക് പോയിട്ടല്ല ആരും അപ്പിയിടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേപോലെ വെളിയിൽ ഇറങ്ങുമ്പോൾ പൂവാലന്മാരില്ല. ഇനി അഥവാ പൂവാലന്മാർ വല്ലതും അങ്ങനെ വന്നു കഴിഞ്ഞാൽ 112 പോലീസിൻ്റെ ഒരു നമ്പറാണ്, അതിൽ വിളിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ പാഞ്ഞു വരും പോലീസുകാർ, അവർ പൊക്കിക്കൊണ്ട് പോകുന്ന അവസ്ഥ ഉണ്ട്. പിന്നെ CCTV ക്യാമറ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് ആരും അതിനൊന്നും നിൽക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി അഥവാ വല്ല പൂവാലന്മാരുണ്ടെന്നുണ്ടെങ്കിൽ അവർ പിടിക്കാനുള്ള വഴികൾ ഇവിടെ ഉള്ളതുകൊണ്ട് ഇന്നാരും ഈ സാധനം ഇട്ടുകൊണ്ട് നടക്കേണ്ട ഒരു ഗതികേട് നമുക്കില്ല. അപ്പോൾ നിങ്ങൾ പറയും യുദ്ധമില്ലെങ്കിൽ യുദ്ധ സന്ദർഭത്തിലായിട്ട് നിങ്ങൾ എടുക്കരുത് എന്ന് പറയുന്നത് പോലെ, ഈ പറയുന്ന അടിമയില്ലെങ്കിൽ അടിമ സന്ദർഭത്തിലായിട്ട് നിങ്ങൾ എടുക്കരുത് എന്ന് പറയുന്നത് പോലെ, ഈ പറയുന്ന അപ്പിക്കുപ്പായം എടുക്കേണ്ട സന്ദർഭം ഇന്നുണ്ടോ ഇല്ലേ? ഇന്ന് എല്ലാവർക്കും കക്കൂസില്ലേ? അപ്പോൾ പിന്നെ ഇതിൻ്റെ ആവശ്യം എന്താണുള്ളത്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ മറ്റൊരു തമാശ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്ര നാൾ ഈ സാധനമൊക്കെ നമ്മൾ പറയുമ്പോൾ ഇവർ എടുക്കാറില്ല. ഇപ്പോൾ വിശ്വാസികളായിട്ടുള്ള ഉസ്താദുമാരും കുട്ടി ജിഹാദികളും മൂത്ത ജിഹാദികളും എല്ലാവരും ഇപ്പോൾ ഇറങ്ങിയിട്ട് വാരിഫ് അങ്ങനെ പറഞ്ഞു, അപ്പിക്കുപ്പായം അത് അങ്ങനെയല്ല, ശരിയല്ല എന്നൊക്കെ പറഞ്ഞിപ്പോൾ വലിയ നെടുനീളം പോസ്റ്റുകളും വീഡിയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് ആളുകൾ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കണം എന്താ, ഇതൊക്കെ ഇസ്ലാമിലുള്ള കാര്യമാണ്. ഇത്
100% അല്ല 250% ഉറപ്പുള്ള സാധനങ്ങളാണ്. ഇതെല്ലാം ഇസ്ലാമിനുള്ളതാണ്. ഇത് ഉണ്ട് എന്നും ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളുകളായിരുന്നു നിങ്ങൾ നിഷേധിച്ചായിരുന്നു നടന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? സംഗതി ഉണ്ട്, പക്ഷെ അത് ആരിഫ് പറയണ പോലെ അല്ല എന്നാണ് പറയണത്. പോട്ടെ, ഞാൻ പറയണ പോലെ അല്ലെങ്കിലും ഇത് ഉണ്ടെന്ന് നിങ്ങൾ സമ്മതിച്ചല്ലോ, ഇത്രയും നമുക്ക് വേണ്ടു. ഇതേ നമ്മൾ പറയണുള്ളൂ, ഇതുണ്ട്. പക്ഷേ ഇത് ഒരു ബോധമുള്ളൊരു മനുഷ്യൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അയ്യേ എന്ന് പറയുന്നൊരവസ്ഥ അത് ഇതിലുണ്ട്. കാരണം നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ പറഞ്ഞ യുദ്ധ സന്ദർഭവും അടിമ സന്ദർഭവും അപ്പിയിടൽ സന്ദർഭവും ഇതെല്ലാം കൂടി കൂട്ടി കണക്ട് ചെയ്ത് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാനുള്ളൊരു ബുദ്ധി, ഒരു ബോധം ഒരു സാധാരണ മനുഷ്യന്, ഒരു സാധാരണ മുസ്ലിമിനുണ്ടായാൽ അപ്പം വിടും അവൻ മതം. കാരണം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഈ കഥ എന്ന് പറയുന്നത്. ഇതേ നമ്മളിവിടെ പറയുന്നുള്ളൂ. അപ്പം നിങ്ങൾ ഇത്ര നാൾ നിഷേധിച്ചുകൊണ്ട് നടന്നു, ഇന്നിപ്പോൾ നിഷേധമില്ല, പക്ഷേ ആരിഫ് പറഞ്ഞ പോലെയല്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഹദീസൊക്കെ എടുത്തു വെച്ചിട്ട് വലിയ വ്യാഖ്യാനങ്ങളൊക്കെ എഴുതാണ്. ഒരു പാരഗ്രാഫ് ഹദീസേ ഉള്ളൂ, പക്ഷേ അതെടുത്ത് വെച്ച് നിങ്ങൾ മെഴുകി അങ്ങ് കൊണ്ടുപോവാണ്. മറ്റേ ആരോ പറഞ്ഞ മാതിരി ദൂറി മെഴുകിയല്ലോടെ എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നിങ്ങളുടെ മെഴുകൽ നിങ്ങൾ തുടരുക. അങ്ങനെ മെഴുകാൻ വേണ്ടി നമ്മളുടെ ഈ പറയുന്ന സാധനങ്ങൾ നിങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞ് കൂടുതൽ വിശ്വാസികളിലേക്ക് എത്തുന്നതോടുകൂടി ഈ ഹിജാബും ഈ പറയുന്ന അപ്പിക്കുപ്പായും ഈ പറയുന്ന തൂറൽ സന്ദർഭവും ഇതൊക്കെ നാട്ടുകാരുടെ അടുത്ത് എത്തും. അങ്ങനെ അത് എത്തുന്നതോടുകൂടി ഈ ഹിജാബും വെച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന കുത്തിത്തിരിപ്പ് നമ്മുടെ നാട്ടിൽ ചിലവാകാതെ പോകും. ഇങ്ങനെയാണ് ഈ ഡീസെൻസിറ്റൈസേഷൻ നടക്കുക എന്നതാണ് നമ്മൾ പറഞ്ഞു വെക്കാറുള്ളത്. ഇതാണ് നമ്മൾ പണ്ടേ പറയാറുള്ളത്. അതായത് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ പ്രശ്നം വന്നപ്പോൾ മുസ്ലിങ്ങൾ ഇതിലേക്ക് ചാടി വീണില്ല, എന്തുകൊണ്ട് ഇത് കർണാടകയിൽ വന്നപ്പോൾ അത് അവിടെ വലിയ തോതിൽ വലിയ വിഷയമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാന കാരണം ഇതാണ്. കാരണം ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും ബോധമുണ്ട്. അവരിതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ തീട്ട കേസാണ് എന്ന് അവർക്ക് തന്നെ മനസ്സിലാവുകയാണ്. പക്ഷേ പുറത്ത് പറയാൻ കഴിയില്ലല്ലോ, പുറത്ത് പറഞ്ഞാൽ തല പോകും എന്നുള്ള പേടിയുള്ളതുകൊണ്ട് മാത്രമാണ് അവർ പറയാത്തത്. പക്ഷേ നമ്മളെപ്പോലുള്ള ആളുകൾ പറയുന്നുണ്ട്, അവർ പറയുന്നുണ്ടല്ലോ എന്ന് അവർ ഒരു മനസ്സുകൊണ്ട് ഒരു നെടുവീർപ്പ്. ഇതാണ് അവർക്ക് ആകെ കൂടി പുറത്തേക്ക് വിടാനുള്ള സാധനം. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ തരത്തിലുള്ള ഒരു ഡീസെൻസിറ്റൈസേഷൻ, ഈ സാധനങ്ങൾ എന്താണ് ഈ ഇസ്ലാമിൽ പറയുന്നത്, എന്താണ് ഈ സംഗതികളുടെ യാഥാർത്ഥ്യം എന്നുള്ളത് ഓരോ വിശ്വാസിയും അറിഞ്ഞു കഴിഞ്ഞാൽ അത് എത്രമാത്രം അശ്ലീലമാണ്, ഇതുപോലെ വൃത്തികെട്ട സംഗതികളാണ്, അപ്പിയിടുന്നതിൻ്റെ അവസ്ഥയിൽ പോലുള്ള സാധനങ്ങളൊക്കെയാണ് നിങ്ങൾ ഇതേപോലെ മതത്തിൻ്റെ എന്തോ വലിയ കൂടിയ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള സാധനം എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ ഇതെങ്ങനെയാണിത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്നതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ നമ്മൾ പറയുന്നു മരിച്ചു കഴിഞ്ഞു 3-ാം ദിനം പൊങ്ങി വരുന്നു, മനുഷ്യരെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോയി എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തൊരു രസമുണ്ട്, ഒരു സ്പിരിച്വാലിറ്റിയുടെ ഒരു ഗുമ്മുണ്ട്. ഇതൊരുമാതിരി അപ്പിക്കഥ പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ ഇട്ട ഒരു വസ്ത്രമാണെന്ന് പറയുമ്പോൾ അറബി പറയുമ്പോൾ അതൊക്കെ വലിയ സംഭവമായിട്ട് തോന്നും. പക്ഷേ അതിന് മലയാളത്തിൽ ഈ പറയുന്ന സാധനങ്ങൾ കേട്ട് കഴിയുമ്പോൾ അയ്യേ എന്ന് തോന്നുന്നതുണ്ടെങ്കിൽ ഈ പറയുന്ന ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കഥ പറയുമ്പോൾ അതല്ലെങ്കിൽ പോട്ടെ, ഇനിയിപ്പോൾ നമ്മൾ ഹനുമാൻ പറഞ്ഞ കഥ തന്നെ നിങ്ങൾ എടുക്കുക. അവിടെ എന്താണ് ഒരു മല ചുമന്ന് പറന്നു. അത് പറയുമ്പോൾ തന്നെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ ആ ജയ് ഹനുമാൻ സീരിയലൊക്കെ കാണുമ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ രോമാഞ്ചം വരും. കാരണം എന്താണ്, അവിടെ സീത അവിടെ എന്തോ പരിക്ക് പറ്റുന്നു, അങ്ങനെ എന്തോ ആണല്ലോ. അങ്ങനെ കിടക്കുമ്പോൾ ഉടനെ ആ മരുന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കും, മരുന്ന് പറിക്കാൻ വേണ്ടിയിട്ട് ചാടുന്നു. അവിടെ ചെന്ന് മലയെ തപ്പി നോക്കുമ്പോൾ അത് മരുന്ന് ഏതാണെന്ന് പിടി കിട്ടുന്നില്ല. അപ്പോൾ ഉടനെ ആ മല മൊത്തം പൊക്കി. അപ്പോൾ അതിനകത്ത് കാണിക്കുന്ന ആ ഒരു കാര്യമുണ്ട്, ആ ഒരു ഡെഡിക്കേഷൻ. മടിയൻ മല ചുമക്കും എന്നുള്ളത് വേറെ ഉണ്ട് കേട്ടോ, അത് പോട്ടെ. പക്ഷേ ഈ സാധനം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവിടെ ഒരു ഡെഡിക്കേഷൻ, അർപ്പണബോധം എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. ഈ കഥയിൽ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ഇതാ ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് കഥ പറഞ്ഞു കഴിഞ്ഞാലും അതിനകത്ത് എന്തെങ്കിലും ഒരു നല്ല വശം നിങ്ങൾക്ക് എടുക്കാനുണ്ട് എന്ന് വിചാരിക്കുക. പോട്ടെ, നിങ്ങൾ മതമൊക്കെയാണ്, കള്ളക്കഥയാണ്, കെട്ടുകഥയാണ്, ഒക്കെ പോട്ടെ. പക്ഷെ എന്നാലും കഥ പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവില്ല. ഇപ്പോൾ പഞ്ചതന്ത്രം കഥ നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം അതൊരു പഞ്ചതന്ത്രം കഥയാണ്. കുറുക്കനും ആനയും പുലിയൊന്നും എന്തായാലും ഇംഗ്ലീഷോ മലയാളമോ ഒന്നും സംസാരിക്കാൻ പോകുന്നില്ല. പക്ഷെ നമ്മളത് സങ്കല്പിക്കുകയാണ്, അവർ സംസാരിക്കുന്നു. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ചില നല്ല വശങ്ങൾ നമ്മൾ എടുക്കുന്നു. ഇത് നമുക്കറിയാം അവർ സംസാരിക്കില്ല എന്നുള്ളത്. അതേപോലെ പക്ഷേ നമ്മളത് എടുക്കുകയാണ് എന്ന് പറഞ്ഞ മാതിരി മതത്തിലെ കഥകളും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ ഈ കഥ നിങ്ങൾ കേട്ടാൽ, ഈ ഹിജാബിൻ്റെ കഥ നിങ്ങൾ കേട്ടാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് എടുക്കാനുള്ളത് എന്നാണ് നമ്മൾ ചോദിക്കാനുള്ളത്. നിങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിച്ചിരിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്. അതായത് യുദ്ധ സന്ദർഭം, അടിമ സന്ദർഭം, അപ്പിയിടൽ സന്ദർഭം, ഓരോ സന്ദർഭത്തിനനുസരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറയുന്നു. പോയിന്റ് നമ്പർ 2, അടിമ സന്ദർഭം ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് ആ ആയത്ത് നിങ്ങൾ എടുക്കരുതെന്ന് പറയുന്നു. യുദ്ധം ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് അത് എടുക്കരുതെന്ന് പറയുന്നു. ഹിജാബിൻ്റെ സന്ദർഭം എന്താണ്? അപ്പിയിടാൻ പോയപ്പോൾ പൂവാലന്മാരെ പേടിച്ചിട്ട്. ഇന്നതുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ എന്തിനാ ഈ സാധനം? ഇത്രയും നമ്മൾ പറയുന്നുള്ളൂ. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കണം. 1 2 3 ഇത്രയേ ഉള്ളൂ. 1 2 3 ഇത് നിങ്ങൾ ചെയ്താൽ കാര്യങ്ങൾ എളുപ്പമാണ്. മുസ്ലിങ്ങളോടാണ് ഞാൻ ഈ പറയുന്നത്, കോയമാരോടാണ് പറയുന്നത്, താത്തമാരോടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ കേൾക്കുക. ഈ തരത്തിൽ ഒരു അനലിറ്റിക്കലായിട്ട് കാര്യങ്ങൾ കണ്ടാൽ തീരാവുന്നതേ ഉള്ളൂ ഈ പറയുന്ന ഇസ്ലാം എന്ന് പറയുന്ന ഈ വലിയ യമണ്ടൻ സാധനം. അത്രയേ ഉള്ളൂ. ഇതിൻ്റെ നിങ്ങൾ ഈ പറയുന്ന ഈ പൊലിപ്പിക്കൽ എന്ന് പറയുന്നത് ഇതൊരു കെട്ടിപ്പൊക്കിയൊരു സാധനം മാത്രമാണ്. ഇതിന് ഉള്ളിൽ
എല്ലാം പൊള്ളയാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഈ സാധനം നിങ്ങൾ ആ രീതിയിൽ കാണാൻ മനസ്സിലാക്കാനൊക്കെ ഒന്ന് ശ്രമിച്ചാൽ ഇത് പൊളിയും. പിന്നെ ഇതിൻ്റെ പേരിൽ നടക്കുന്ന ഈ പേപ്പട്ടി മതത്വം എന്ന് പറയുന്ന ഇതിൻ്റെ മറ്റൊരു വശമുണ്ട്. കാരണം ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന സ്കൂളിൽ നടന്ന വിഷയമൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു കുട്ടിക്ക് യൂണിഫോം, തലയിൽ മുക്കാൽ മീറ്റർ തുണി, ഇത് അയാൾ പറഞ്ഞാൽ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ മുക്കാലെന്ന് പറഞ്ഞിട്ട് ഇനി എൻ്റെ വണ്ടിക്ക് കയറണ്ട, എന്തിനാണ് ഈ എല്ലായിടത്തും മുക്കാലിടുന്നത്? ഒരു 1/2 മീറ്റർ തുണിന്ന് വെച്ചൂടെ? അവിടെ മുക്കാൽ കൊണ്ടുവെക്കും. പോട്ടെ. ഇതൊക്കെ പറഞ്ഞ് ഒരു ഹിജാബിൻ്റെ ഒരു നാട്ടിലൊരു ചെറിയൊരു ചർച്ച ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു പൊളിറ്റിക്കൽ ഒരു ലെവറേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇതേ നമുക്ക് ഇവിടെ കണ്ടിട്ടുള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ പേപ്പട്ടി മതത്തിൽ അങ്ങനെയാണോ? യഥാർത്ഥത്തിൽ ഈ ലിംഗമതത്തിൽ അങ്ങനെയാണോ? അല്ല. അവിടെ വളരെ വലിയ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്: ഹിജാബ് ഈസ് അവർ ഫസ്റ്റ് പ്രയോറിറ്റി, എഡ്യൂക്കേഷൻ കംസ് സെക്കൻഡ് എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു വലിയൊരു പേപ്പട്ടി മതത്വം അതിവിടെ ഉണ്ട്. അവരവിടെ അതിനെ കാണുന്നത് ഒരു ഡിഗ്നിറ്റി, ഒരു ചാസ്റ്റിറ്റി, ഇതുപോലുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ അത് ഇട്ടവർക്ക് മാത്രമേ ഈ സാധനമുള്ളൂ, ഇടാത്തവർക്കൊന്നും ഇതില്ല എന്ന് ഇസ്ലാം എന്താണോ പഠിപ്പിക്കുന്നത് അത് അതേപോലെ തലയെ കൊണ്ട് നടക്കാണ്. നിയാസ് അതാണ് പറഞ്ഞത്, ഈ കർണാടകയിലെ കുട്ടി ഈ മുസ്ലിം കുട്ടി അതാ പറഞ്ഞത്. എന്നിട്ട് ഇതേ സാധനം തന്നെ നമ്മുടെ താലിബാൻ പറയുമ്പോൾ നിങ്ങളത് എടുക്കില്ല, അത് തീവ്രവാദിയാന്ന് പറയും. അപ്പോൾ താലിബാൻ പറയുന്നതും ഐസിസ് പറയുന്നതും നിയാസ് പറയുന്നതും ഈ കർണാടകയിലെ കുട്ടി പറയുന്നതും ഒരേ കാര്യമാകുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് താലിബാനെ തള്ളുന്നു, ഐസിസിനെ തള്ളുന്നു, ഇറാനിയൻ ആ റെജീമിനെ നിങ്ങൾ തള്ളുന്നു, പക്ഷേ നിയാസ് പറഞ്ഞതൊക്കെ ഈ കുട്ടി പറഞ്ഞതൊക്കെ അതെങ്ങനെ ശരിയാവുക? ഈ 3 പേരും പറയണ ഒന്ന് തന്നെയാണ്. ഇറാനിലൊരു നിയമം തന്നെയാണ്, നാഷണൽ ഹിജാബ് ആൻഡ് ചാസ്റ്റിറ്റി ഡേ എന്നാണ് അവരതിനെ വിളിക്കുക. എന്ന് വെച്ചാൽ ആ പാതിവൃത്യം എന്ന് പറയുന്ന സാധനം തന്നെയാണ് അതിൻ്റെ പേരിൽ അവർ വെച്ചിരിക്കുന്നത്. അതേപോലെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് ഒരു കണ്ണ് കണ്ടാൽ മതി, മറ്റേ കണ്ണ് മൂടി നടക്കണം എന്നാണ് പറയുന്നത്. ഒരു കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ നിങ്ങൾ കണ്ടാൽ മതി, കൂടുതൽ കാഴ്ചയൊന്നും വേണ്ട എന്നാണ് പറയുന്നത്. ഇതാണ് അവിടുത്തെ അവസ്ഥ. ജനലും വാതിലും പാടില്ല, സ്ത്രീകൾക്ക് വിദ്യ അഭ്യസിക്കാൻ പാടില്ല, അവർക്ക് ജോലിക്ക് പോകാൻ പാടില്ല. ഇതുപോലെയുള്ള ഇതിൻ്റെ ഹിജാബ് നിയമത്തിൻ്റെ ബാക്കി നിയമം കൂടി അവിടെ വരുമ്പോൾ അവിടെയാണ് നമ്മൾ പറയുന്നത് ഇതാണ് പേപ്പട്ടി മതത്വം. അപ്പോൾ നിങ്ങൾ ആ സാധനത്തിൻ്റെ നേർപ്പിച്ച രൂപത്തിൽ ഇവിടെ എടുക്കുകയും എന്നിട്ട് ഇതിൻ്റെ ഫുൾ ഫോമിലുള്ള സാധനം അപ്പുറത്തുണ്ടാവുകയും ചെയ്യുമ്പോൾ ഇത് ഒന്നാണെന്ന് നമ്മൾ പറയുമ്പോൾ അതിനെങ്ങനെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുക? നിങ്ങൾക്ക് ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, നിങ്ങളത് എത്രമാത്രം നിഷേധിക്കുന്നോ അത്രമാത്രം നമ്മളത് ഉയരെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഏതായാലും നമ്മളിവിടെ കാണുന്നത് ഈ മൂട്ടിൽ പെട കിട്ടുന്ന അവസ്ഥ, അത് അഫ്ഗാനിസ്ഥാനിലുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ്. ഇതിൽ പിന്നെ മൂപ്പര് പറഞ്ഞ മാതിരി നല്ല അസൽ കാണാം, വൈവിധ്യമാണ്, കളർ ആണെന്നുള്ള പുള്ളി പറഞ്ഞത്. മൊത്തം നീലയാണ്, ചില സ്ഥലത്തൊക്കെ പോയാൽ മൊത്തം ബ്ലാക്ക് ആണ്. ഇങ്ങനെ 2-3 നല്ല കളറുകൾ ഉണ്ട്. ഈ ഒരു കളർ ഉള്ളതിനെയാണ് ഈ കളർഫുൾ എന്ന് പറയുന്നത് എനിക്കറിയില്ല. ഫുൾ കളർ എന്നായിരിക്കും ഉദ്ദേശിച്ചത്, തെറ്റിപ്പോയതായിരിക്കും പുള്ളിക്ക്. പോട്ടെ, എന്തായാലും മൊത്തത്തിൽ ഒരു കളറാണ്. അങ്ങനെ ഒരു കളർ ആയിട്ടുള്ള ഇത്തരം ഒരു ലോകത്തേക്ക് ഈ കുട്ടി, അതായത് നിയാസിൻ്റെ പൊന്നുമോള് അങ്ങോട്ട് യാത്ര തുടങ്ങിയെന്നാണ് പറയുന്നത്. ഏതായാലും പോയിട്ടുണ്ട് മൂപ്പര്. അവിടെ എത്തുമ്പോഴേക്കും നമുക്ക് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു പോകാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇവിടെ ഈ ഹിജാബിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഈ സാധനം പറയാതെ ഓർമ്മിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. മഹ്സാ അമീനിയുടെ ആ ഒരു അവസ്ഥ, ആ ഹിജാബിൻ്റെ ആ ഒരു യഥാർത്ഥത്തിലുള്ള അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അതൊരു ഓപ്പറേഷൻ്റെ സിമ്പലാണ്, അതൊരു അടിമത്തത്തിൻ്റെ സിമ്പലാണ്. അത് നമ്മളിവിടെ പറയാതെ അതെന്തോ മുന്തിയ സാധനമാണ് എന്ന് വരുത്തി തീർക്കാൻ നടക്കുന്ന ഈ ഒരു കർണാടകയിലെ വിഷയം ഉണ്ടായപ്പോൾ നമ്മൾ അന്നും പ്രഖ്യാപിച്ചൊരു കാര്യമാണ്. ഹിജാബ് എന്ന് പറയുന്ന ആ മത ചിഹ്നം അതൊരു വസ്ത്രമാണ് എന്ന രീതിയിലേക്ക് നോർമലൈസ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമത്തെയും നമ്മൾ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഒരു തരത്തിലും പിന്തുണയ്ക്കില്ല എന്ന് അന്ന് നമ്മൾ പറഞ്ഞ കാര്യമാണ്. അത് തന്നെയാണ് ഇന്നും പറയുന്നത്. അത് തട്ടമല്ലേ, അത് മക്കനയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ കൂടുന്ന ചില ഉണ്ണാക്കൻ എക്സ് മുസ്ലിം ഉസ്താദുമാർ ഇവിടെ ഉണ്ട്. അവരോടും കൂടിയാണ് നമ്മൾ പറയുന്നത്, അതിൻ്റെ കൂടെ നമ്മൾ നിൽക്കില്ല. ഈ സാധനം അടിമത്തത്തിൻ്റെ ഒരു പ്രതീകമാണ്, ഓപ്പറേഷൻ്റെ സിമ്പലാണ്. അതിൻ്റെ ഒപ്പം നിൽക്കാൻ നമ്മളെ കിട്ടില്ല, നമ്മൾ നിൽക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. കാരണം ഈ സാധനം നിങ്ങളിവിടെ വിചാരിക്കുന്ന പോലെ ഒരു 3/4 മീറ്റർ തുണിയിൽ നിൽക്കുന്ന സാധനമല്ല. ഈ ഹിജാബ് നിയമം എന്ന് പറയുന്നത് അതൊരു പാക്കേജാണ്. അതിലൊരു ചെറിയ സാധനം മാത്രമാണ് ഈ തലയിലിടുന്ന ഈ തുണി എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് പോയാൽ അത് വളരെ വലിയ ആപ്ലിക്കേഷൻ ഉള്ള സാധനമാണ്. അതിലേറ്റവും പ്രധാനമാണ് സ്ത്രീകളെ സെഗ്രിഗേറ്റ് ചെയ്യുക എന്ന് പറയുന്ന സാധനം. പൊതു ഇടങ്ങളിൽ നിന്നും സ്ത്രീകൾ അപ്രത്യക്ഷരാകും. അവരെ പിന്നെ നിങ്ങൾക്ക് നമ്മളുടെ ഇപ്പോൾ സപ്പോസ് ഒന്ന് ആലോചിക്കാം, നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം, ഇതൊരു ഇസ്ലാമിക രാജ്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് ഫോഴ്സിൻ്റെ 50% ഇപ്പോൾ സ്ത്രീകളുണ്ടെന്ന് തന്നെ വിചാരിക്കുക. പോട്ടെ, ഒരു 30% ഉണ്ടെന്ന് വിചാരിക്കുക. ഇവരെ അങ്ങ് മാറ്റേണ്ടി വരും. മൊത്തം പുരുഷന്മാർ മാത്രമേ പിന്നെ ഇവിടെ ഉണ്ടാവുള്ളൂ ജോലി എടുക്കുന്നവരായിട്ട്. എല്ലാ സംഗതിയും സ്ത്രീകൾ മൊത്തം വീടുകളിൽ ഇരിക്കുന്നു, അവർ കുട്ടികളുണ്ടാക്കുന്നു. ഇത് മാത്രമായിട്ട് അവരെ ചുരുങ്ങും അവരുടെ പണി എന്ന് പറയുന്നത്. ഇതാണ് ഇവിടെ സംഭവിക്കുക. ഇതാണ് അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പിന്നെ ടോട്ടലി അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു പോപ്പുലേഷനായിട്ട് മാറുകയും അതൊരു നാഷണൽ ബേർഡനായിട്ട് മാറുകയാണ് ചെയ്യുക. കാരണം അവർക്ക് അവരുടെ ലൈഫ് തന്നെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാവുക. ഇതാണ് ഇവിടെ സംഭവിക്കുക. ഇത് തിരിച്ചറിയേണ്ടത്. ഇതാണ് ഇതിൻ്റെ കുഴപ്പം എന്നുള്ളത്. ഇത് തിരിച്ചറിഞ്ഞ ആളുകൾ എന്ന നിലയ്ക്ക്, പ്രത്യേകിച്ച് എക്സ് മുസ്ലിം എന്നുള്ള രീതിയിൽ നമ്മളിത്
നമ്മളിത് മിണ്ടാണ്ടിരുന്നിട്ട് ഇതേപോലെ സംഘി എന്തോ മണ്ടയ്ക്ക് കയറും എന്നും പേടിച്ചിട്ട് നമ്മൾ ഇതിനകത്ത് മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ചതി അതല്ലേ, ഒരു എക്സ് മുസ്ലിം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നത്? അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പറയുക. അതുകൊണ്ടാണ് നമ്മൾ സംഘി എന്ത് പറയുന്നത് നോക്കിയിട്ടല്ല നമ്മളൊരു കാര്യം പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യുന്നത്. പറയേണ്ടതാണെങ്കിൽ അത് പറയുക എന്നത് മാത്രമാണ് നമ്മളത് നോക്കുന്നുള്ളൂ. അത് ഇവിടെ പറയേണ്ടതാണെന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് നമ്മളത് പറയും. പണ്ടും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കർണാടക വിഷയത്തിൽ, ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. ഈ കർണാടക വിഷയത്തിലാണ് ഇവിടുത്തെ എക്സ് മുസ്ലിം സംഘടന പോലും ഛിന്ന ഭിന്നമാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയത്. കാരണം അവിടെ അവർ പോസ്റ്റ് വരെ എഴുതിയിട്ടു, അതായത് കർണാടക വിഷയത്തിൽ ഞങ്ങൾ ഹിജാബിനോടൊപ്പമാണ് എന്ന് വരെ എഴുതി വെക്കുന്ന ഉളുപ്പില്ലായ്മ വരെ നമ്മൾ കണ്ടു. ഇതാണ് ഇവിടെ കണ്ടത്. സംഘടന എന്നുള്ള നിലയ്ക്ക് ഒരു വലിയൊരു പരാജയമായിരുന്നു എന്ന് പറയേണ്ടി വരുന്നത് അവിടെയാണ്. അതോടൊപ്പമാണ് നമ്മുടെ നാട്ടിലുള്ള കുറേ ഈ പറയുന്ന വോക്ക് ഉണ്ണാക്കന്മാർ അല്ലെങ്കിൽ വോക്ക് നാസികൾ എന്ന് പറയുന്ന കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ചില സുനിതാ ദേവദാസിനെ പോലെയുള്ള ചില തട്ടമിട്ട നാറികൾ. ഇത് സുനിതാ ദേവദാസ് തന്നെ പറഞ്ഞ വാക്കാണ് കേട്ടോ, ഞാൻ പറഞ്ഞല്ല, ഇനി എൻ്റെ തലയിൽ കയറണ്ട. അപ്പോൾ അങ്ങനെയുള്ള ചില തട്ടമിടാൻ തയ്യാറാകുന്ന ചില നാറികളുണ്ട്. ഓക്കെ, ഈ പേര് വിളിച്ചാനാണ് ഉസ്താദ് തിരിച്ചെന്തോ വാക്ക് പറഞ്ഞു, എന്നിട്ട് പിന്നെ സുനിത വീഡിയോ മുക്കി ഓടേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഒന്ന് ഓർമ്മിക്കണം, നല്ലതാണ് എൻ്റെ പൊന്ന് സുനിത. സുനിത ഏതായാലും നമ്മൾ വീഡിയോ ചെയ്തിട്ട് തിരിച്ചൊരു മറുപടി ആയിട്ടൊന്നും വന്ന് കണ്ടില്ല. എന്താ ഈ വഴിക്ക് വരാഞ്ഞത്? എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മഹ്സാമിനീനെ എങ്ങനെ വെളുപ്പിക്കും? ആ തലയിൽ തുണി ഇട്ടിട്ടില്ല എന്നതിൻ്റെ പേരിൽ തല്ലിക്കൊന്നതിനെ എങ്ങനെ നിങ്ങൾ ന്യായീകരിക്കും എന്ന് എനിക്കൊന്ന് കാണേണ്ട ഒരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തേ ഒരു വീഡിയോ ആയിട്ട് വരാഞ്ഞത് എൻ്റെ പൊന്നു സുനിത? ഞാനിപ്പോഴും പ്രതീക്ഷിക്കുകയാണ്. ആ പ്രതീക്ഷ ഒരിക്കലും അസ്ഥാനത്താകില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനി ഞാനിത് പറയുമ്പോൾ ഇതേപോലെ വല്ല എന്താണ് അങ്ങനെ തെറിയൊന്നും വിളിച്ച് എന്നെ ഓടിക്കരുത്. കാരണം ഞാനൊരു പാവമാണ്. ഓക്കെ, ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഇതേപോലെ ഉത്തരങ്ങൾക്ക് വേണ്ടി കേഴുന്ന ഒരു പാമരനാണ്. അപ്പോൾ ഇതേപോലെ തെറി പറഞ്ഞ് എന്നെ ഓടിക്കരുത്. ഓക്കെ, യെസ്. അപ്പോൾ ഏതായാലും അതിനെ ഒന്ന് വെളുപ്പിച്ചൊന്ന് കാണിക്കണേ പൊന്ന് സുനിത, ഒന്ന് കാര്യമായിട്ടൊന്ന് പരിഗണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇതാണ് എനിക്ക് തട്ടമിട്ട നാറികളോട് മൊത്തത്തിൽ പറയാനുള്ളത്. അതിൻ്റെ നേതാവായിട്ടുള്ള സുനിതയോടും കൂടിയാണ് എനിക്കത് പറയാനുള്ളത്. നിങ്ങൾ ഈ പറയുന്ന തട്ടമിട്ട് ഇതേപോലെ ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോൾ സത്യത്തിൽ ഇത് അപ്പിക്കുപ്പായമാണ് നിങ്ങൾ തലയിൽ ഇട്ടിരിക്കുന്നത് എന്ന് പോലും അറിയാതെ പോട്ടെ. ഇനി സുനിത മുസ്ലിം ആവാതെ ഇത് തലയിലിട്ടാൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിലൂടെ എങ്ങാനും പോയാൽ ഊരടി തട്ടം എന്ന് പറഞ്ഞ് കയ്യിലുണ്ടായിരിക്കുന്ന വടിയെടുത്തിട്ട് തല്ലി താഴെ ഇടിക്കുന്നു മാത്രമല്ല അവിടെ ടോപ്ലെസ് ആയിട്ട് നടക്കാനും കൂടിയാണ് ഉത്തരവിടുക. അപ്പോൾ അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിലൂടെ ഒന്ന് പോയേക്കരുത് എൻ്റെ പൊന്ന് സുനിത. അതും കൂടി ഒന്ന് ഞാൻ ഓർമ്മിപ്പിക്കാനുണ്ട്. ഇസ്ലാമിലെ നിയമം എന്ന് പറഞ്ഞാൽ അതാണ്. അത് നിങ്ങൾക്ക് അറിയാതെ ഇതേപോലെ ഒരു കഷ്ണം തുണി തലയിലിട്ടാൽ എല്ലാമായി എന്ന് നിങ്ങൾക്ക് ധാരണയുണ്ടെങ്കിൽ അത് കൈവച്ചാൽ മതി. പിന്നെയാണ് നമ്മളിവിടെ കണ്ടത്, നമ്മൾ ആയിഷ എന്ന് പറയുന്ന കുട്ടി ഇതേപോലെ എന്താണ് വലിയ ഒരു പ്രകടനമൊക്കെ നടത്തി സംഭവമൊക്കെ നടത്തിയതൊക്കെ നിങ്ങൾ കണ്ടു. അപ്പോൾ അതിൽ പിന്നീട് ഞാനൊരു വീഡിയോ വേറൊരെണ്ണം കണ്ടതാണ്. ഈ ആയിഷ ആ വീഡിയോയിൽ കണ്ടത് എന്താണ്, പാൻസും ഷർട്ടും ഒക്കെ ഇട്ടിട്ടാണ് അവിടെ സ്റ്റേജിൽ കയറി നിന്നിട്ട് ഇതൊക്കെ ചെയ്തിരുന്നത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, അതായത് പാൻറ്റും ഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരാൾ സ്റ്റേജിൽ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, അത് ഇസ്ലാമിൽ ഹറാമാണെന്നാണല്ലോ പറയുന്നത്. ആണിൻ്റെ വേഷം ധരിക്കുന്ന പെണ്ണും പെണ്ണിൻ്റെ വേഷം ധരിക്കുന്ന ആണും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്ലാമിൽ ശപിക്കപ്പെട്ടവരാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആയിഷാനെ നാട്ടുകാർ അള്ളാഹു ശപിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ തട്ടം തലയിലിട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ അതുകൂടാതെ ഇവിടെ എന്താണ് പേടിയാണോന്നൊക്കെ അത് ഞാൻ പറഞ്ഞല്ലോ. പേടിയാണോന്ന് മലാല യൂസഫ് സായിയോട് നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ നമ്മളുടെ ആയിഷക്കുട്ടി 10ാം ക്ലാസ്സൊക്കെ പാസ്സായി ഒരു സമ്മാനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവിടെ വേദിയിലുണ്ടാകുമ്പോൾ ആ സ്റ്റേജിൽ ഒന്ന് കയറിയിട്ട് പുള്ളിയുടെ കയ്യിൽ നിന്ന് ഒരു സമ്മാനം വാങ്ങിച്ചെടുക്കുന്നത് നമുക്കൊന്ന് കാണണം. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറേയും കൂടി വ്യക്തമാകും. തട്ടമിട്ടിട്ട് പേടിയാവോ ഇല്ലയോ, ആർക്കാ പേടിക്കുക എന്നൊക്കെ ഉള്ളത്. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഏതായാലും ഇതുപോലെയുള്ള മുഖങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. മഹ്സാമിനിയായിട്ടും ഇതേപോലെ ഇറാനിൽ നിന്നുള്ള ആസിഡ് അറ്റാക്ക്, അതായത് ഹിജാബ് ഇടാത്തതിൻ്റെ പേരിൽ നേരിടേണ്ടി വരുന്ന അറ്റാക്സ്, കണ്ണ് ചൂഴ്ന്നെടുക്കപ്പെടുന്ന അവസ്ഥ, മുഖത്ത് ആസിഡ് ഒഴിക്കപ്പെടുന്ന അവസ്ഥ, ഇതാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന ഹിജാബ് നിയമത്തിൻ്റെ ബാക്കി എന്ന് പറയുന്നത്. മഹ്സാമിനി എന്ന് പറയുന്നത് അതിലെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഇര മാത്രമാണ്. അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന അവിടുത്തെ ആ ഒരു പ്രക്ഷോഭത്തിൻ്റെ തുടക്കം വെച്ച ഒരു വ്യക്തി മാത്രമാണ്. ആൾ അവിടെ സ്വന്തം ജീവൻ ബലി കൊടുത്തിട്ടാണ് ഈ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് നാട്ടിലെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതും. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, അവിടെ നടു റോട്ടിൽ ആളുകൾ വലിയ ബോൺ ഫയറൊക്കെ ഉണ്ടാക്കി അതിനകത്തേക്ക് ഈ പറയുന്ന തട്ടമൊക്കെ ഇട്ട് കത്തിക്കുന്ന ഒരു കാഴ്ച വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടുകാണും, DJ മ്യൂസിക്കൊക്കെ വെച്ചിട്ട്. ഇതാണ് ഇന്നിപ്പോൾ ഇറാനിൽ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ കുറേ ഇതേപോലെയുള്ള ആളുകൾ വന്നിട്ട് ഓരോന്ന് എഴുന്നള്ളിക്കണം. അപ്പോൾ ഏതായാലും നിയാസിന് വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു വീഡിയോ കൂടി ഇവിടെ പ്ലേ ചെയ്യിക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് കോളേഴ്സിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടേക്കാം. ഒരിക്കൽ പ്ലേ ചെയ്താണ്, എന്നാലും ഒന്നുകൂടി ഇരിക്കട്ടെ. നമ്മൾ നിയാസിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷൻ. ഓക്കെ, നമ്മുടെ സംസ്കാരം പോലും നശിപ്പിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. തട്ടിട്ട് വരാൻ പാടില്ല, ജുമയ്ക്ക് പോകാൻ പാടില്ല. ക്രിസ്ത്യാനിന്റെ സ്കൂളാണ്. ഇപ്പൊ തലശ്ശേരി കഴിഞ്ഞ മാസം ഒരു വലിയ വിവാദം നിങ്ങൾ പലരും ശ്രദ്ധിച്ചു കാണും. തലശ്ശേരിയിൽ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഒരു സ്കൂള്,
അവിടെ കുട്ടികൾക്ക് തട്ടിടാൻ പാടില്ല. കുട്ടികളെ ജുമാക്കും കൂടി പറഞ്ഞേക്കൂല. വലിയ വിവാദം, ആളുകൾ അങ്ങോട്ട് സമരം ഇങ്ങോട്ട് സമരം, പെണ്ണുങ്ങളെ സമരം. എന്തിനായി സമരം ചെയ്യണേ? അച്ചായന്റെ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കേണ്ട ആവശ്യമുണ്ടോ? ഇവർ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടല്ല ഈ സ്കൂളിൽ എല്ലാ നിയമങ്ങളും ഞങ്ങൾ പാലിക്കുന്നു. അവർ സർക്കാരിന് ഒരു ഗ്രാന്റും വാങ്ങാത്ത പ്രൈവറ്റ് സ്ഥാപന, അവരൊന്നും ചെയ്യാൻ സാധിക്കൂല. എന്നിട്ട് PTA മീറ്റിംഗ് കൂടിയപ്പോ കുറച്ചാളുകൾ, അല്ലെങ്കിൽ എന്തിനാ ഈ സ്കൂൾ പോണ കുട്ടികൾക്ക് തട്ടം, മക്കനിയും മഫ്തിയും? ആരാ മാപ്പിള കുട്ടികളെ ചോദിക്കണേ? എന്നിട്ട് അവര് തമ്മിൽ അടിയായി. കുറച്ചാൾ ഇറങ്ങിപ്പോന്ന് എല്ലാരും കുട്ടികളെ പിൻവലിച്ച സ്കൂളങ്ങ് പൂട്ടും. 70% മാപ്പിള കുട്ടികളാണ് പഠിക്കുന്നത്. പല അച്ചായന്മാരെ സ്കൂളിൽ താങ്ങി നിർത്തുന്നത് നമ്മളാണ്. ഇവിടുന്ന് വിളിച്ചു പറയാണ് മറ്റേ സ്കൂളിൽ ചേർക്കണം, ആ സ്കൂളിൽ ചേർക്കണം. ചോദിച്ചപ്പോൾ ഇവിടെ നല്ല എഡ്യൂക്കേഷനാണ്. എന്തിനാണോ ഈ എഡ്യൂക്കേഷൻ? ഇസ്ലാമില്ലാത്ത എഡ്യൂക്കേഷൻ എന്തിനാ? ഇസ്ലാമിക വേഷം ധരിക്കാതെ പ്രായപൂർത്തിയെത്തിയ ഒരു പെൺകുട്ടി സ്കൂളിൽ പോയാൽ അതിന്റെ കുറ്റം നിങ്ങൾക്കുണ്ടാകും. നിസ്കരിക്കാൻ വരെ സൗകര്യമില്ല. ഒരാൾ എനിക്ക് ഫോൺ ചെയ്തു, എന്റെ മോള് +2 പഠിക്കാണ്, രാവിലെ 7 മണിക്ക് പോകും, വൈകുന്നേരം 7 മണി. യെസ്. അപ്പോൾ ഏതായാലും കേട്ടല്ലോ, തട്ടവിടാത്ത സമ്മതിക്കാത്ത സ്കൂളിൽ പഠിപ്പിക്കരുത്. നിങ്ങൾ കുട്ടിയെ മാറ്റി അവിടെ വേറെ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുക, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു സ്കൂൾ തുടങ്ങുക. അതാണ് ചെയ്യേണ്ടത്. നിയാസ് അതാ ചെയ്യേണ്ടത്. അപ്പോൾ ഏതായാലും ഇതുപോലുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ സമൂഹത്തിലുള്ളത്. ഈ കുത്തിത്തിരിപ്പ്, അത് മുസ്ലിങ്ങൾ ജാഗരൂകരായിട്ട് ഇരിക്കുക. നിങ്ങൾ ഇതേപോലെ വഴി തെറ്റിച്ച് ഇതേപോലുള്ള ഈ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ്, അതിലേക്ക് ഈ ഹിജാബ് പോലുള്ള ആയുധങ്ങൾ ഇറക്കി വെച്ചുകൊണ്ട് നിങ്ങളെ വഴി തെറ്റിക്കാൻ വേണ്ടി വരുന്ന കുറേ തുരപ്പന്മാർ ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലോകത്ത് മുസ്ലിങ്ങൾക്ക് ഏറ്റവും സമാധാനപരമായിട്ട് ഏറ്റവും സുഖകരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്വർഗ്ഗതുല്യമായൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ രാജ്യം നിങ്ങൾ കുട്ടിച്ചോറാക്കാൻ നിങ്ങൾ കൂടെ നിൽക്കരുത്. ഇതുപോലുള്ള ആളുകൾക്ക് ഒപ്പം SDPI, PFI അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി, സലഫികൾ, ഇൻജാതി കുറേ ടീമുകളുണ്ട്. അവരോടൊപ്പം നിങ്ങൾ നിൽക്കരുത് എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ ഇനി ഒരു കാര്യം കൂടി, ഇവിടെ ചില ആളുകൾ പറയുന്നത് നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. ഞാനിതിങ്ങനെ പറയാനുള്ള അവസരം നിങ്ങളല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ പൈസ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എനിക്ക് പൈസ ഉണ്ടാക്കാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ പോരെ? നിങ്ങൾ ഇൻജാതി സാധനങ്ങൾ എഴുന്നള്ളിക്കാതിരുന്നാൽ പോരെ? നിങ്ങൾ ഹിജാബിൻ്റെ കുഴപ്പമുണ്ടാക്കുന്നില്ല, നിങ്ങൾ സ്കൂളിൽ പോയിട്ട് നിസ്കാരത്തിൻ്റെ കുഴപ്പമുണ്ടാക്കുന്നില്ല, സൂംബ വരുമ്പോൾ കളിച്ചോട്ടെ, കുട്ടികൾ കളിക്കട്ടെ, നല്ലതല്ലേ എന്ന് പറയുന്നു. അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് വരുന്നു, അവരവിടെ ആലോചിക്കുമ്പോൾ തന്നെ വേഗം ഇറക്ക്, യൂണിഫോം സിവിൽ കോഡ് എവിടെ, എന്താ നിങ്ങൾ യൂണിഫോം സിവിൽ കോഡ് എന്താ നിങ്ങൾ ഇറക്കാത്ത എന്ന് ചോദിച്ചിട്ട് എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ പറയുക. അതല്ലെങ്കിൽ വഖഫ് അമെൻമെൻറ്റ് എന്ന് പറയാം. അമെൻമെൻറ്റ് ഒന്ന് വഖഫ് തന്നെ വേണ്ട, മൊത്തത്തിലങ്ങ് എന്തിനാ അമെൻമെൻറ്റൊക്കെ ചെയ്ത് വെറുതെ സമയം കളയുന്നത്, നിങ്ങളതങ്ങ് മൊത്തത്തിലങ്ങ് എടുത്ത് കളഞ്ഞാളാം എന്ന് പറയുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ. എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമോ? ഞാൻ പട്ടിണി കിടന്ന് ചാവില്ലേ? ഞാൻ പട്ടിണിക്കോലമായി മാറൂലേ നിങ്ങൾ കാരണം? അപ്പം നിങ്ങൾ ആ തരത്തിൽ നിൽക്കാതെ വരുമ്പോൾ അതിനോട് മറുപടി നമ്മൾ പറയും. അത് പറയുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ യൂട്യൂബ് എനിക്ക് കാശ് തരും. അത് വെച്ചിട്ട് ഞാൻ പുട്ടടിക്കും, ബിരിയാണി തിന്നും. അതിൽ നിങ്ങൾ വെറുതെ വിഷമിച്ചിട്ട് കാര്യമില്ല. അപ്പം ഞാൻ വിഷമം നിങ്ങൾക്ക്, ഞാൻ പുട്ടടിക്കുന്നതിലും കാശുണ്ടാക്കുന്നതിലൊക്കെയാണ് നിങ്ങളുടെ വിഷമം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എനിക്ക് വിഷയങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. നിങ്ങൾ ഇതേപോലെയുള്ള വിഷയങ്ങളിൽ എത്രയും പെട്ടെന്ന് പരിഹാരങ്ങൾ കണ്ടെത്തുന്ന നിലയിലേക്ക് വരിക. നിങ്ങൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കുറയ്ക്കുക. നിങ്ങൾ ഈ ജിഹാദിത്തരം പുറത്തെടുക്കുന്നത് നിങ്ങൾ നിർത്തുക. നിങ്ങൾ ഈ ലിംഗമതത്വം നിങ്ങൾ പുറത്തേക്ക് എടുക്കുന്നത് നിങ്ങൾ അവസാനിപ്പിക്കുക. നിങ്ങൾ ഈ പേപ്പട്ടി മതത്വം അത് കൊണ്ടു നടക്കുന്നത് നിങ്ങൾ അവസാനിപ്പിക്കുക. വളരെ സിമ്പിളാണ്. അതിൻ്റെ എന്നെ പട്ടിണിക്കിടാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള സൊല്യൂഷനാണ്. രണ്ട് സൊല്യൂഷൻ. ഒന്നുകൂടി പച്ചയ്ക്ക് പറഞ്ഞാൽ, ഈ പേപ്പട്ടി മതത്വവും ഈ ലിംഗമതത്വവും നിങ്ങൾ അവസാനിപ്പിച്ചാൽ ഞാൻ പട്ടിണി കടന്ന് ചാവും എന്നാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എനിക്ക് യൂട്യൂബ് പിന്നെ വീഡിയോ, ഞാൻ പിന്നെ വല്ല കുക്കറി ഷോയോ അതല്ലെങ്കിൽ വേറെ വല്ല സാധനമൊക്കെ ചെയ്യേണ്ടി വരും. മറ്റേ അണ്ണാനെ എങ്ങനെ പിടിക്കാം, നമ്മളെ വിശ്വനാഥൻ ഡോക്ടർ ചെയ്യണ മാതിരി പഴം പുഴുങ്ങുന്നത് എങ്ങനെ, കപ്പ മുറിച്ച് എങ്ങനെ നമുക്ക് ഉപ്പിലിടാം, ഇതൊക്കെ ആയിരിക്കും പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോ. അപ്പോൾ അത് നിങ്ങൾക്കിഷ്ടം ഏത് വേണം എന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതല്ല നിങ്ങൾ വിഷയം ഉണ്ടാക്കിയാൽ ഞാൻ വീഡിയോ ചെയ്യും. പിന്നെ വീഡിയോ ഉണ്ടാക്കിയിട്ട് പിന്നെ എനിക്ക് കാശിട്ട് ഞാൻ ബിരിയാണീനെ കാണുമ്പോൾ പിന്നെ അതിൽ പിന്നെ നിങ്ങൾ വെറുതെ അത് ഇതൊന്നും പറഞ്ഞ് വന്നിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. ഏതായാലും നമ്മുടെ മുന്നിൽ ഇതുപോലുള്ള കാക്കമാർ കളർഫുള്ളായിട്ടുള്ള വസ്ത്രമിട്ട് നടക്കുന്ന, ഫുൾ കളറായിട്ടുള്ള വസ്ത്രമിട്ട് നടക്കുന്ന ഈ പെണ്ണുങ്ങളെ ഇതേപോലെ ജീവിക്കുന്ന ആ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ നാടിനെ ഇഞ്ചാതി ഈ താലിബാനിസത്തിലേക്ക് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഈ അവസ്ഥ, അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. അതിൻ്റെ ചെറിയ സിംറ്റംസ്, അതിൻ്റെ ലാഞ്ചന അത് കണ്ടാൽ പോലും നമ്മൾ ഇടപെടും. മോഡ കണ്ടാൽ നമ്മൾ ഇടപെടും. ഇതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഹിജാബ് ഒരു സ്ലേവറിയുടെ സിമ്പലാണ്, അത് ജെൻഡർ അപ്പാർട്ടൈഡാണ് എന്നത് വീണ്ടും നമ്മളിവിടെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തൽക്കാലം നമ്മളിവിടെ നിർത്തുന്നു. നമുക്ക് ഇച്ചിരി കോളുകളിലേക്ക് പോകാം. എന്ന് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.